അനേകമനേകം കഥാഭാഗങ്ങൾ വായിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ? എല്ലാവർക്കും ഒരു പരിഭ്രമമുണ്ട്. നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടെയുണ്ട്. അതുണ്ടാവും വേണം. കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ. ഒരു സംഭ്രമമുണ്ട്. എന്താ? അവതരിക്കാൻ വൈകിയെങ്കിലോ വേഗം വരണേ ജായമാനേ ജനാർദ്ദനേ. നമ്മളൊക്കെ പ്രാർത്ഥിക്കണമല്ലോ അങ്ങനെ, ജായമാനേ ജനാർദ്ദനേ എന്നാണ്. ഇത് കൃഷ്ണാവതാരം കഴിയുമ്പോഴേക്കൊരു മാറ്റം ഉണ്ടാവും കേട്ടോ, എല്ലാം കൊണ്ടും. ഈ കഥാഗതിക്ക് തന്നെ മാറ്റം. നിരോധം എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. എന്താ നിരോധം എന്ന് പറഞ്ഞാൽ? മനസ്സിനെ മറ്റുള്ള ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നിരോധിക്കും, എന്നിട്ടോ നേരെ ഇതിലേക്ക് ഇങ്ങനെ തിരിച്ചു വിടും. അതുകൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും. മോക്ഷം എന്ന് പറഞ്ഞാലോ മുക്തി, മുക്തി എന്ന് പറഞ്ഞാലോ ഫ്രീഡം, സ്വാതന്ത്ര്യം. വിഷയബന്ധിതമായ മനസ്സിന് സ്വാതന്ത്ര്യം കിട്ടും. ഇത്രയൊക്കെ ആയാൽ നന്നായില്ലേ? അതുകൊണ്ട് ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് എത്തണം അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ അധ്യായങ്ങൾ വായിക്കാനുള്ള ദിവസമാണ്. 24 44 അല്ലേ? 48 48 3 51 5 56 1 ഇത്രയും അധ്യായങ്ങൾ വായിക്കാനുണ്ട്. ഇതുവരെ ഭാഗവതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നലെയില്ല, നാളെയില്ല. കണക്ക് ശരിക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇത്രയും അധ്യായങ്ങൾ വായിക്കാനുണ്ട്. അതിൻ്റെ സമയം ശരാശരി ഒരു 7 മിനിറ്റ് ഒരു അധ്യായത്തിന്. ഗുണിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി, ഉച്ചയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ അല്ലേ? ഗുണിക്കലൊക്കെ പിന്നീട് മതി. പ്ലസ് ചായയുടെ സമയം, പ്ലസ് ഊണിൻ്റെ സമയം, പ്ലസ് വർത്തമാനത്തിൻ്റെ സമയം, ഇതെല്ലാം കഴിയും വേണം. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവോ? തിരക്കായിരിക്കില്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലാണ് ഇനി കഥാഭാഗങ്ങൾ പറയുക. ഇപ്പം നിങ്ങൾക്ക് ധാരണ എന്താ? ഇപ്പോൾ ഈ ഓരോ ദിവസവും ഓരോ ചോദ്യം ചോദിച്ച് ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ സപ്താഹം കഴിഞ്ഞു എന്നാണോ? അല്ല, ഇനി വലിയ ചോദ്യവും ബമ്പർ നറുക്കെടുപ്പൊക്കെ വേറെ വരാനുണ്ടത്രേ. അറിയില്ലേ? 24 ചോദ്യം ചോദിക്കുന്നുണ്ട്. നാളെയല്ല, മറ്റന്നാൾ ഉച്ചയ്ക്ക്. 25 24 തത്വം, പ്രകൃതി, 1 പുരുഷൻ, 25 പറഞ്ഞത് ഞാൻ. അതെ, നിങ്ങൾ ഓർമ്മയില്ല, എനിക്ക് പറഞ്ഞത് ഓർമ്മ വേണ്ടേ? 20 പറഞ്ഞത്. അത് നോക്കിയിട്ട് സൗകര്യം പോലെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 25 ആയാലും 20 ആയാലൊക്കെ കണക്ക് തന്നെ കേട്ടോ. 25 ആയാൽ 4 മാർക്ക്, 20 ആയാലും 5 മാർക്ക്, ഇത്ര അല്ലാണ്ട് പിന്നെന്താ? 100ലാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ഏതൊക്കെയാണ് ചോദ്യം ചോദിക്കുക? ഈ ആദ്യം എളുപ്പം ചോദിച്ചിട്ട് കട്ടിയുള്ളതൊക്കെ അവിടെ വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ വളരെ വളരെ കഥാഭാഗങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക. എന്നാൽ തുടങ്ങിക്കൂടെ? നേരത്തെ എന്താ ഇനി പറയാനുള്ള കഥ എന്താണെന്ന് പറഞ്ഞു? ഗജേന്ദ്ര മോക്ഷം. ഗജേന്ദ്ര മോക്ഷം കഥ ശ്രീമദ് ഭാഗവതത്തിൽ 8ാമത്തെ സ്കന്ധത്തിലാണ്. അത് ഓർമ്മിക്കുക. 8ാമ സ്കന്ധത്തിൽ. 8 എന്ന് എഴുതിയാലും 8 എന്ന് എഴുതിയാലും ഒക്കെ കണക്ക് തന്നെ കേട്ടോ. പറയാൻ പറ്റില്ലല്ലോ. കുറേ ചോദ്യമുണ്ട്, ഒരു 600 ചോദ്യമുണ്ട്. അതിൽ നിന്ന് നറുക്കിട്ടിട്ടാണ് ചോദ്യം തന്നെ നിശ്ചയിക്കുന്നത്. അത് നറുക്കിടും, എന്നിട്ടാണ് ചോദ്യം എടുക്കുക. 25. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. 8ാമത്തെ സ്കന്ധത്തിലാണ് ഗജേന്ദ്രമോക്ഷം കഥ വിവരിക്കുന്നത്. മന്വന്തരങ്ങളെക്കുറിച്ച് വർണ്ണിക്കും. മന്വന്തരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മനുവിൻ്റെ കാലഘട്ടം. ഈ ഔഷധങ്ങളുടെ വേരിലൂടെ വരുന്നതാണ്. ഈ ആയുർവേദത്തിൻ്റെ വിശേഷതാണ്. അതിങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമ്പോൾ അത് ഇത്തിരിയും കഴിച്ചാൽ മതി എന്നാണ്. താമരകൾ, ആ താമരയുടെ പൂമ്പൊടി, താമരയൊക്കെ ആയുർവേദത്തിൽ വലിയ ചികിത്സക്കുള്ളതാണ്. അതിൻ്റെ പൂമ്പൊടി ഏറ്റിട്ടുള്ള സുഗന്ധമുള്ള വെള്ളം. പിന്നെ കാറ്റ് വീശുമ്പോൾ എന്തായിരിക്കുന്നറിയോ? എന്തോ ഒരു സുഗന്ധം ഇങ്ങനെ അനേകം പൂക്കളിലൂടെ തട്ടി വരുന്ന മന്ദമാരുതൻ. ഇങ്ങനെയൊക്കെയുള്ള വിശേഷമുണ്ട് ഈ പർവ്വതത്തിൽ. ഇവിടെയാണ് വരുണൻ്റെ ഉദ്യാനം. വരുണൻ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ നാഥൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ വരുണൻ്റെ ഉദ്യാനമുണ്ട്, പൂന്തോട്ടം. അതിൻ്റെ പേരാണ് ഋതുമത്ത് എന്നാണ് പറയുക. ഋതുമത്ത്, ആ ഉദ്യാനത്തിൻ്റെ പേര്. അതും വിശേഷമാണ് കേട്ടോ. വരുണന് വേറെ എവിടെ ഉദ്യാനം ഉണ്ടാക്കാൻ കണ്ടിട്ടില്ല, എവിടെയേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വിശേഷമുള്ള ആ ഗിരികാനനങ്ങളിൽ, കാട്ടിൽ ഒരു ആനക്കൂട്ടം താമസിച്ചിരുന്നു. കഥ പറയുന്നല്ലേ. ഒരാന ഉണ്ടായിരുന്നു. ആ ആനയ്ക്ക് 10,000 ആനകളുടെ ബലമുണ്ട്. ആരെയും പേടിയില്ല, എന്തിനും പോന്ന ആനയാണ്. ആ ആനക്ക് കുറേ പിടിയാനകളുണ്ട്.
അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പെണ്ണാനകൾ, ഭാര്യാനകൾ, കുറേ കുട്ടികളുണ്ട്, കുട്ടിയാനകൾ, പിന്നെ കുറേ സുഹൃത്തുക്കളായിട്ടുള്ള ആനകളും ഉണ്ട്. എല്ലാവരും ഒപ്പം അങ്ങനെ കഴിഞ്ഞുകൂടി. ഈ സുഹൃത്തുക്കളൊക്കെ വേറെ വേറെ സമൂഹമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ അല്ല, എല്ലാം ആന സമൂഹം ഒന്നായിട്ടാണ് ഇങ്ങനെ താമസം. കാട്ടിലങ്ങനെ മാറി മാറി കഴിയും. പക്ഷെ രാവിലെ ആയ ഇയാളുടെ കൂടെ തന്നെ. ഇയാൾക്ക് ഒരു പേര് കൊടുക്കണ്ടേ നമുക്ക്? ഗജേന്ദ്രൻ. ഭാഗവതത്തിൽ കൊടുത്ത പേരാണ്. പേരിങ്ങനൊന്നല്ല കേട്ടോ, ഗജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു പേരുണ്ടാവും. ഗജങ്ങളുടെ ഇന്ദ്രൻ. അപ്പോൾ നമുക്ക് ഈ പേര് കിട്ടി. എന്താ? ഗജേന്ദ്രൻ. ഇനിയിപ്പോൾ പറയുമ്പോഴൊക്കെ എന്താ പറയാന്നറിയോ? ഗജേന്ദ്രൻ. ആരെയാ മുതല പിടിച്ചത്? ഗജേന്ദ്രനെ. ഇത്രല്ലേ പറയാൻ പറ്റൂ? ഒരു പേരും വിളിച്ചു. അങ്ങനെയുള്ള ഈ ഗജേന്ദ്രൻ മറ്റ് കൂട്ടുകാരോടൊപ്പം തിമിർത്ത് കളിക്കുകയാണ് കാട്ടിൽ. മറ്റുള്ള പുലിയോ നെരിയോ ഒന്നും വന്നാലും ഇയാൾക്ക് പ്രശ്നമില്ല കേട്ടോ. അന്ന് ഈ ആനയുടെ നിറം കണ്ടാൽ ഓടും. ചൂരി ഗന്ധടിച്ചാൽ ഓടും അത്രേ. ഒന്നും പേടിയില്ല. വമ്പനാണ്. ഈറ്റയും ഇറയും മുളയും ചൂരലും വള്ളിക്കുടിലുകളും മരങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ്. ഈ കൈക്കരുത്ത് അധികം ഉണ്ടായാലും അതാണ് ഗജേന്ദ്രൻ്റെ പ്രത്യേകത. ഒന്നും പ്രശ്നമില്ല. എന്നെ ഈ കാട്ടിൽ ആര് പിടിക്കാനാണ്? എനിക്ക് ആര് വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ള അഹംഭാവത്തോടുകൂടി ഇങ്ങനെ. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ പിന്നാലെ. കാരണം ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. അപ്പോൾ ഇയാൾ നേതാവായി. കുറേ ചിങ്കടികൾ പിന്നാലെ ഉണ്ടാകുമ്പോൾ തനിയെ ഇങ്ങനെ നേതാവുമല്ലോ. അങ്ങനെ ഗജേന്ദ്രൻ അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം, ഒരു വേനൽക്കാലത്താണ് സംഭവം, നല്ല ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടിയാനകളും പിടിയാനകളും ഒക്കെ കൂടിയിട്ട് ഈ ആനസമൂഹം അങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്താ അല്ല, വിശക്കുന്നുണ്ടോ സംശയം? നീയല്ല ഇപ്പോൾ കഴിച്ചത്? അല്ല, ഇപ്പോൾ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു മരം ഇങ്ങനെ ഒടിച്ചും കിടും. അപ്പോൾ പനമ്പട്ട തിന്നോളൂ. ഇത്രയേ ഉള്ളൂ, നിന്ന് പണിയില്ല. അതിന് പക്ഷികളുണ്ടോ, അത് വീഴുമ്പോൾ വേദനിക്കോ മറ്റ് ചെറിയ ജീവികൾക്ക്, അതൊന്നും ഇവിടെ ഒരു നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ പ്രഭാവം അത്ര വലുതാണ്. പിടിച്ചു. ഇങ്ങനെ കാട്ടിലങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച സമയമായി. 12:15 ഉണ്ടാവും വിചാരിക്കുക ഏകദേശം. അപ്പോഴാണ് നല്ല ചൂടിങ്ങനെ പൊരിയുന്നു. ദാഹമുണ്ട് എന്നാണ്. അതിങ്ങനെ മരം പിടിച്ച് വലിച്ചാലൊന്നും ആവില്ലല്ലോ. അപ്പോൾ ദാഹിക്കുന്നുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന്, വിശപ്പ് മാറിയിട്ടുണ്ട്, ദാഹം കൊണ്ട് നിവർത്തിയില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സഞ്ചരിച്ച് താഴ്വാരയിലെത്തിയപ്പോൾ മല ഇങ്ങനെ ഒരുപാടുണ്ട്. അത് കഴിഞ്ഞ് കുറേ കാട്. ആ കാട്ടിലൂടെ വന്ന് താഴ്വാരയിലെത്തി. അവിടെയും കാടാണ് കേട്ടോ, താഴ്വരയിൽ. ഇവിടെ എത്തിയപ്പോഴേക്കും അതിമനോഹരമായൊരു താമരപ്പൊയ്ക കണ്ടു. അവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് മറ്റ് പല താമരപ്പൊയ്കയിലും പോയിട്ടുണ്ട്. ഈ താമരപ്പൊയ്കയുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. വിശാലമായിട്ടാണ് ഉള്ളത്. ഇവിടുന്ന് കടലിൻ്റെ അടുത്തേക്ക് അടുത്താണോ എന്നൊക്കെ തോന്നുന്നു അത്ര. അങ്ങനെ ഒരു വിശാലതയുണ്ട് ഇവിടെ. എത്രയാ താമരകൾ എന്നാണ്. പക്ഷേ ഇവിടെ ഇറങ്ങാൻ ഇപ്പം ഇങ്ങനെ പോയിട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ തടാകത്തിലേക്ക് ഇറങ്ങി അപകടം വരും കേട്ടോ. നോക്കണ്ടേ. ഗജേന്ദ്രൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവിടുന്ന് നമുക്ക് വെള്ളം കുടിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഞാൻ ആദ്യം ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. ഗജേന്ദ്രൻ പറഞ്ഞു. നല്ല നേതാവാണ് ഗജേന്ദ്രൻ. ഇന്നുള്ള നേതാവാണെങ്കിൽ എന്ത് പറയുന്നറിയോ? ഈ കുട്ടികളെയും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ പിടിച്ചിട്ട് പറയും, നിങ്ങൾ ഇറങ്ങും ആദ്യം, എന്നാൽ കുഴിയിൽ വീണെങ്കിൽ ഇവർ വീണോട്ടെ, നമ്മൾക്ക് പിന്നെ പോകാമല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല, ഗജേന്ദ്രനാകുന്ന നേതാവ്. ഞാൻ ആദ്യം ഇറങ്ങാം, എന്നിട്ട് ആഴമുണ്ടോ അപകടമുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ ഇറക്കാമെന്ന് പറഞ്ഞു. ഇറങ്ങി. ഓ കുഴപ്പമില്ല കുട്ടികളെ, അതാ സുഹൃത്തുക്കളെ ഇറങ്ങിക്കോളുന്നു. പിടിച്ചങ്ങനെ ഇറക്കി. ആനക്കൂട്ടത്തിലിങ്ങനെ ഇറങ്ങി. അടിയിൽ കുറച്ച് ചേറൊക്കെ ഉണ്ടാവും, താമര ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കലങ്ങി വെള്ളം ഇഷ്ടം പോലെ കുടിച്ചു. പിന്നെ കുറച്ച് സമയം ജലക്രീഡ. എങ്ങനെയാണ്? തുമ്പിക്കൈയിൽ വെള്ളം കോരിയിട്ട് ഇങ്ങനെ തേവുക. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേവിക്കൊണ്ട് കളിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറിയെന്ന് ചോദിച്ചു. മാറി. എന്നാൽ പോകാം നമുക്ക്. പോകുമ്പോഴും നേതാവ് ലക്ഷണം കാണിച്ചു. എന്താ, ഞാൻ ആദ്യം കയറി രക്ഷപ്പെടാം, നിങ്ങൾ പിന്നാലെ വന്നോളൂ എന്നല്ല പറഞ്ഞു. നിങ്ങളെല്ലാം കയറ്റിയിട്ടേ ഞാൻ കയറുന്നുള്ളൂ. ഇതാ തള്ളി കയറ്റിയേക്കാന്ന് പറഞ്ഞ് കരയിലേക്ക് എല്ലാവരും കയറ്റി. അവസാനം ഗജേന്ദ്രനും കയറാൻ വേണ്ടിയിട്ട് കാലിങ്ങോട്ട് വലിച്ചപ്പോൾ ചളിയിൽ അങ്ങനെ ഗജേന്ദ്രന് വരുമോ അല്ലേ? ചളിയിൽ ആഴ്ന്നു പോയോ സംശയം. ഒന്നുകൂടി വലിച്ചു നോക്കിയപ്പോൾ കിട്ടുന്നില്ല. ഇത്രയും വലിയ ആനയ്ക്ക് എന്തോ ഒന്ന് കാലിൽ പിടിച്ചു എന്ന് തോന്നണ്ടേ? തോന്നിയാലും പറയാൻ തോന്നി, അതുമില്ല. എന്നാൽ പറഞ്ഞാൽ മോശമല്ലേ? അല്ലെ, വലിയ ആൾക്ക് എന്തെങ്കിലും ഒരു പുറമേ അറിയിക്കാതെ പറ്റണം കഴിയുന്നത്ര ഉണ്ടാവും. എന്നിട്ട് അപകടം വന്നാൽ പ്രത്യേകിച്ചു അല്ലേ, അത് പുറമേ അറിയിക്കാതെ. ഒന്നുകൂടെ വലിച്ചു നോക്കി, കാല് കിട്ടുന്നില്ല. അപ്പോൾ തോന്നി എന്തോ അട്ട കടിച്ചോ സംശയം. ഇത്രയേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ അട്ടയൊന്നല്ല, കടിച്ചതെന്താ? ഒരു വലിയ മുതല. സാധാരണ പോലുള്ള മുതലയല്ല, അതിങ്ങനെ കോർത്ത് പിടിക്കുക. മുതലയുടെ സമ്പ്രദായമുണ്ട്. മുതലയും ചീങ്കണ്ണിയായിട്ട് എന്തോ ചെറിയ വ്യത്യാസമുണ്ട്. ഏതായാലും ഇങ്ങനെ കോർത്ത് ഇങ്ങനെ പിടിക്കുന്നൊരു സമ്പ്രദായമുണ്ട്, ഇങ്ങനെ പിടിക്കുന്നൊരു സമ്പ്രദായമുണ്ട്. രണ്ടുണ്ട് അത്രേ ഈ വിഭാഗത്തിന്. അതിലിപ്പോൾ ഏതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഏതായാലും മുതലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടുണ്ട് ആനയുടെ കാല്.
കോർത്ത് പിടിച്ചപ്പോൾ രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എവിടത്തേക്ക്? മുതലയുടെ വായിലേക്ക് ഒഴുകുന്നു. മുതലയ്ക്ക് നല്ല ശക്തി കിട്ടി. ആനക്കെന്തായി? ശക്തി കുറയുന്നു. വലിച്ചു നോക്കി, കിട്ടുന്നില്ല. വലിച്ചങ്ങ് വിട്ടിട്ടൊന്നുമില്ല കേട്ടോ, വലിച്ചു പരമാവധി. ഇത് വിട്ടാലും ആനയുടെ കഥ തീർന്നു. ആന ഇങ്ങനെ വലിച്ചു നിന്നു. അപ്പം മുഖമൊക്കെ കണ്ടപ്പോൾ എന്താടോ ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചു. അത്ര സുഹൃത്തുക്കൾ വന്നു, സുഹൃത്തുക്കളൊക്കെ വന്നു. ആ തുമ്പിക്കൈ ഇങ്ങോട്ട് നീട്ടിയേ, നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. പിടിച്ചിങ്ങോട്ട് വലിച്ചു. അനങ്ങുന്നില്ല. കുറേ പരിശ്രമിച്ചു, രക്ഷയില്ല. അപ്പോൾ കുട്ടികളൊക്കെ കൂടി അച്ഛനെ സഹായിക്കാൻ നമുക്ക്, വരൂടോ വാടോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ചു നോക്കി, ഇല്ല. പിടിയാനകൾ പറഞ്ഞു ഞാൻ നിങ്ങൾ സഹായിക്കണോ എന്നൊക്കെ ചോദിച്ചു, ആവുന്നില്ല. അപ്പോഴാണത്രേ ഈ സുഹൃത്തുക്കൾ ഇതിങ്ങനെ പിടിച്ചു വലിക്കുക. മുതല വെള്ളത്തിലേക്ക് ഇങ്ങനെ വലിച്ച് ഇഞ്ചിഞ്ചായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആന കരയിലേക്കും. കമ്പവലി കണ്ടിട്ടുണ്ടാവില്ലേ? അതുപോലെ ഒരാൾ വിട്ടാൽ പിന്നെ അവർ പോയില്ലേ? അതുപോലെയാണ്. രണ്ടുപേരും തുല്യശക്തിയിൽ വലിച്ചാൽ ഇങ്ങനെ നിൽക്കുള്ളൂ എന്നാണ്. ഒരുപോലെ പിടിവലിയായിട്ട് യുദ്ധ്യന്തന്തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം വസ്തിവര്യം വ്യഥാസ്ത്വം. പൂരക്കളി പാട്ട് കേട്ടില്ലേ? പൂരക്കളിയിൽ ഇതൊന്നുമില്ല കേട്ടോ. അത് കിട്ടാത്തപ്പോൾ ഒരു പണിക്കാർ പാടി എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടില്ല. ഇത് കിട്ടിയോ അങ്ങനെ പാടി, അത്രയേ ഉള്ളൂ. ശരിക്കും ഇത് ഇങ്ങനെയാണ്, ഈ അവസ്ഥയാണ്. എന്തൊരു വിശേഷം എന്നാണ്, ഒരു രക്ഷയില്ല. നാരായണീയത്തിൽ പറഞ്ഞ ശ്ലോകമാണ്. മത്സരത്തിന് വേണ്ടുന്നൊന്നും കിട്ടാത്തപ്പോൾ ഇത് പാടിയെന്നാണ്, വേറെ ഒന്നുമില്ല. ഇത് മറ്റേ ആൾക്കറിയില്ലോ, ജയിച്ചു എന്നിട്ട് അവസാനം കേട്ടോ. അത്ര വിശേഷമുണ്ട്. ഭഗവാന്റെ ശ്ലോകം ചൊല്ലിയാൽ ജയിക്കാൻ, പണ്ഡിതന്മാരുടെ മുമ്പിലും ജയിക്കും. ഇപ്പം എന്തായി? ഇപ്പോൾ വിശേഷം, ഇവിടുത്തെ വിശേഷം എന്തായി? പിടി വലിയായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി. ഗജേന്ദ്രന് ഈ വലിയുടെ ഇടയിൽ ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ, കരയിലേക്ക് നോക്കുമ്പോഴേക്ക് ആ സുഹൃത്തുക്കളായിട്ടുള്ള ആനയില്ലേ, അവരൊന്നുമില്ല. എന്ത് പറ്റി? ചത്തുപോയോ? അവർ പോയി. എന്താണെന്നറിയോ? സ്വകാര്യം. ഈവൻ ഇനി രക്ഷപ്പെടുന്ന കാര്യമൊക്കെ സംശയം, നമുക്ക് പോകാം. ഇത്രയും കാലം ഇയാൾ വേണം. എന്താ? സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല, ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, വരാ ശരത്തിങ്കലവ ഒന്നുപോലും. സുഖത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? വിദേശത്ത് നിന്ന് വന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നു, ഇഷ്ടം പോലെ സമ്പത്തിന് കുടിക്കാനും വലിക്കാനും ഒക്കെ ആയിട്ട് സുഹൃത്തുക്കൾ ഉണ്ടാവും. അപകടം പറ്റി ഇയാളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ തോന്നിയ മാസത്തിന് കൂട്ടുന്നവരൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആരും ഉണ്ടാവില്ല. മാവിൽ മാങ്ങയുണ്ടെങ്കിൽ കുട്ടികളും പക്ഷികളും മണ്ണാറക്കണ്ണനൊക്കെ ആയിട്ട് സജീവമായിരിക്കും അല്ലേ? വരാ ശരത്തിങ്കലവ ഒന്നുപോലും. മാങ്ങാക്കാലം കഴിഞ്ഞാൽ വരുമോ? ആർക്കും മാവിനെ കുറിച്ചുള്ള ചിന്തയില്ല. നോക്കിയേ, മാവിനെന്താണെന്ന് പറയുക, സ്വസ്ഥതയുണ്ട്, അതൊരു ഗുണമുണ്ട്. എന്താ? ഏറ് കിട്ടുന്നില്ല, പിടിച്ചു കുലുക്കുന്നില്ല, ദ്രോഹമൊന്നുമില്ല. എന്നാൽ പ്രവർത്തനം ഉണ്ടെങ്കിലേ വിമർശനം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഒന്നുമില്ല. ഇപ്പോൾ സപ്താഹം നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ വിമർശിക്കാമെന്ന് പറയും. ഇതൊന്നും നടത്തിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ, ഒന്നുമില്ല. ഇത് നടത്തുമ്പോൾ അതങ്ങനെ നേരിയില്ല, എനിക്ക് ഗ്ലാസ് തന്നിട്ടില്ല പറയില്ലേ നമ്മൾ? ഇതന്നെയാണ് പറഞ്ഞത്. പ്രവർത്തനം ഉണ്ടെങ്കിൽ വിമർശനം ഉണ്ടാവും, വാങ്ങിയുണ്ടെങ്കിൽ ഏറുണ്ടാവും. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. വരാ ശരത്തിങ്കലവ ഒന്നുപോലും. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഗജേന്ദ്രന് വന്നത്. ആരുമില്ല സഹായത്തിന്. കുറച്ച് സുഹൃത്തുക്കളൊക്കെ പോയി കേട്ടോ. ഇയാളുടെ സുഖത്തിലുണ്ടായവരൊക്കെ പോയി. പിന്നീട് ഈ കുട്ടികളെന്തായി? കുറച്ച് ഇങ്ങനെ പരിഭ്രമിച്ച് നോക്കും. കുട്ടികളെ, നിങ്ങൾക്ക് വിശക്കില്ലേ? എന്തെങ്കിലും പനമ്പട്ടയോ മറ്റോ കഴിച്ചിട്ട് കൂടുന്നതാണ് നല്ലത്. ഇയാൾ രക്ഷപ്പെടും തോന്നുന്നില്ല. അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്, പിടിയാനകളാണ് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരും, എനിക്ക് കൂടാതെ കഴിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ കഥ ഗജേന്ദ്രൻ്റെ ആയിരിക്കില്ല. അതെയാ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഗജേന്ദ്രൻ്റെ കഥ തന്നെയാണ്. പക്ഷേ ഇത് ഗജേന്ദ്രൻ്റെ മാത്രം കഥയാണോ? അല്ല. അവസാന കാലത്ത് എല്ലാവരുടെയും കഥയായിരിക്കുമോ? നമ്മൾ ഓരോരുത്തരും ഗജേന്ദ്രനാണോ എന്ന് ചിന്തിക്കണം. അതാണ് ഭാഗവതത്തിൻ്റെ സന്ദേശം. തോന്നില്ല? എങ്ങനെ നേരത്തെ പറഞ്ഞു, നമ്മുടെയും കൂടെ കഥയാ. സ്വപുഷ്കരേണോദ്ധൃതശീകരാംബുഭി നിപായയൻ സംസ്നവയൻ യഥാഗൃഹീ. ഒരു ഗൃഹസ്ഥനെ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യാസൻ. വരാനിരിക്കുന്ന ഭീമമായ ആപത്തിനെക്കുറിച്ച് ലവലേശം പോലും ചിന്തിക്കാതെ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നെന്നുള്ള അഭിമാനത്തോടു കൂടി കുട്ടികളും കുടുംബവുമായിട്ട് ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാതെ കണ്ട് തിമിർത്ത് കളിക്കുന്ന ഒരു ആനയുടെ ചിത്രം, ആനക്കൂട്ടത്തിൻ്റെ ചിത്രം മാത്രമല്ല, നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിലാണെന്നാണ് ചിന്തിക്കുന്നത്. അവിടെ ഒരു ആപത്ത് വരുന്നുണ്ട്. എന്താ? മുതലയുടെ പിടി ഇല്ലേ? അത് ആദ്യം ബോധ്യം ഉണ്ടായോ? ഇല്ല. നമുക്കൊരാപത്തുണ്ട് പിന്നാലെ. ഏതാ? മരണഗ്രാഹഗൃഹീതാംഗം.
മരണമാകുന്ന മുതലയുടെ പിടിയിൽ നമ്മളൊക്കെ പെടുന്നുണ്ടെന്നുള്ള ബോധം ഈ സപ്താഹം നടത്തുമ്പോൾ എങ്ങും വേണ്ടേ നമുക്ക്? ഉണ്ടാവുന്നില്ല. അങ്ങനെ കഴിഞ്ഞു. കുട്ടികളും പോയി. വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ. അതൊന്നും ചെയ്യാൾക്ക് കഴിവില്ലാത്തപ്പോൾ തിരക്കില്ല. പിടിയാനകൾ മാത്രം ബാക്കിയുണ്ട്. പിടിയാനകൾക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇയാളെ ഇട്ടിട്ട് എങ്ങനെയാ പോവുക എന്ന് വിചാരിച്ചിട്ടാണ്. ആൾ പറയില്ലേ എന്ന് വിചാരിച്ചിട്ടെന്നൊക്കെ പറയും നമ്മളാണെങ്കിൽ, ഇല്ലേ? സൂക്കേടൊക്കെ ആയാൽ മക്കളും ഇതൊക്കെ ബോംബെയിൽ നിന്ന് വന്നു, അവിടുന്ന് വന്നു, ഇവിടുന്ന് വന്നു, കേമൊക്കെ ആയി. ഇന്നലെയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ബോംബെയിൽ നിന്ന് വന്നു, മക്കളെ വന്നു. ഒക്കെ എനിക്ക് തിരക്കാണ്. 2 ദിവസം ഒന്ന് കമ്പനിയിലാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞു. 2 ഫ്ലാസ്ക്, ഒന്നിൽ ഹോർലിക്സ്, ഒന്നിൽ വെറും പാലും വെള്ളം, 2 കവറ്, പ്ലാസ്റ്റിക്കിൻ്റെ കവറ്. എന്തിനാ? ഒന്ന് ആപ്പിള്, ഓറഞ്ച്. എന്താ അച്ഛൻ്റെ അവസ്ഥ? മൂക്കിൽ ട്യൂബ് ഇട്ടിട്ട് കിടക്കുക, കണ്ണാടിക്കൂട്ടിൽ. എൻ്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും വരുത്തിക്കൂടാന്ന്. ഇയാൾ 20 വർഷമായി ഒരു മകൻ വരാത്തത്. റേഷൻ വാങ്ങിക്കാനുള്ള കാശും കൊടുക്കലില്ല, ഫോൺ വിളിക്കലും ഇല്ല. അയാളാണ് ഇപ്പോൾ വന്നിട്ട് എൻ്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടും വരുത്തിക്കൂടാ. ആവശ്യമുണ്ടോ ഇതിൻ്റെ? ഇല്ല, കാര്യമില്ല. ഇതാണിപ്പോൾ പറഞ്ഞത്. സകലരും ഉപേക്ഷിച്ചു, ആരും സഹായത്തിനില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ ഭാര്യ ആന എന്ന് പറയാം നമുക്ക്. പിടിയാനകളുണ്ടല്ലോ. അവർ പറഞ്ഞു, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടില്ലേ, എന്ത് ശേഷിയില്ലല്ലോ, ഞാൻ എന്തെങ്കിലും കൊണ്ടുതരാം നിങ്ങൾക്ക്, പനയോലോ എന്തെങ്കിലും. വരട്ടെ, എന്നാലും വരട്ടെ. ഇയാൾക്ക് എന്താ അപ്പോൾ? ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല, തലയാട്ടാൻ പോലും പറ്റില്ല. ആട്ടിന്ന് സമ്മതിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. പിന്നെ പിടിയാനകളെയും കണ്ടിട്ടില്ല. അവർ വേറെ ആനയെ നോക്കുമെന്തോ ചെയ്തു. ഇത്രല്ലേ പറയാനുള്ളൂ. ഇതന്നെ അവസ്ഥ. കാരണം എന്താ? ഇയാളെ കൊണ്ട് ഇനി എടുത്തു കളിയില്ല. മുമ്പത്തതുപോലെ സമ്പാദ്യം വരുന്നില്ല, സൂക്കേടായി കിടപ്പിലായി എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ അവസ്ഥ തന്നെയാണ്. ഈ മർമ്മങ്ങളൊക്കെ തുളക്കാൻ തുടങ്ങി. വയ്യാത്ത കാലവും വന്നു പോയി മാമ, മർമ്മങ്ങളെല്ലാം തൂളച്ചിടുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിലെത്തി ഗജേന്ദ്രൻ. ഇപ്പം ശൂന്യമായി കേട്ടോ, കരയൊക്കെ ശൂന്യമായി, ആരുമില്ല. അപ്പോൾ ഗജേന്ദ്രന് തോന്നി, കണ്ടില്ലേ, ഇതാണ് ഓരോരുത്തരുടെ അവസ്ഥ. നമ്മൾ സ്വന്തം തന്നെ പ്രാരബ്ധം അനുഭവിക്കണം. ഇത്രയും കാലം ഗജേന്ദ്രന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ പിടിയിൽ പെടുന്നതിന് മുമ്പേ തോന്നിയത് എന്നെ ആര് പിടിച്ചാലും എനിക്കൊരു ചുക്കുമില്ലാന്ന് തോന്നി. ഇപ്പം തോന്നി എന്നെ ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് തോന്നിയത്രേ. അപാരയൻ ആത്മവിമോക്ഷണേ ചിരം ദധ്യാവിമാം ബുദ്ധിം അഥാഭ്യപദ്യത ഉദ്ധരേത് ആത്മനാത്മാനം. സ്വയം നമ്മൾ ഉദ്ധരിക്കേണ്ടി വരും, സംശയമില്ല. അല്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മ അമ്പലത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉണ്ടോ? ഇല്ല. പരീക്ഷയാണ് മോളെ, നീ ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ, ഞാൻ പോയിട്ട് ത്രിമധുരം ടവലിൽ പൊതിഞ്ഞ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ഓർമ്മിച്ചോളൂ. നമ്മൾ ജപിച്ചാൽ നമുക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? അതേ ഉള്ളൂ. ഇപ്പം ഗജേന്ദ്രനും ബോധ്യപ്പെട്ടു, ആരുമില്ല. ഗജേന്ദ്രന് തോന്നിയത്രേ, ഞാൻ എത്രയോ കാലമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു ഈ ശരീരത്തെ പോറ്റാൻ വേണ്ടിയിട്ട്, അല്ലേ? ക്ഷീണിക്കുമ്പോൾ എന്തെങ്കിലും ലേശം മരുന്നൊക്കെ വാങ്ങിക്കഴിച്ച് ലേഹ്യമൊക്കെ കഴിച്ച് ശരീരത്തെ പോറ്റാൻ പരിശ്രമിക്കാറില്ലേ നമ്മൾ? പലതും ഇങ്ങനെ ചെയ്തു. ശരീരം നോക്കണം. എന്താ? ശരീരം മാത്രം ഖലു ധർമ്മസാധനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിനു വേണ്ടി കുറേ പരിശ്രമിച്ചു. ആ ശരീരത ഇപ്പോഴ് എനിക്ക് സഹായത്തിന് പറ്റുന്നില്ല. പിന്നെ കളത്രമുണ്ട്, ഭാര്യ. ഗജേന്ദ്രനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. തിരിച്ചും പറയാൻ വേണം, ഗജേന്ദ്രിയാണെങ്കിൽ ഭർത്താവ് എന്നും പറയാം, അതിന് വിരോധമൊന്നുമില്ല. ഗൃഹസ്ഥൻ്റെയോ ഗൃഹസ്ഥയുടെയോ ഒക്കെ അവസ്ഥ തന്നെയാണ്. ഒരു ഉദാഹരണമാണിത്. ഭാര്യയുണ്ട്, അവരുടെ അവസ്ഥ എന്താ? ഭാര്യയപ്പം വിട്ടുപോയില്ലേ? ശരീരം കളത്രം സുതം. മക്കളുണ്ട്, മക്കളുടെ കഥ എന്താ? അവരൊക്കെ അവരുടെ കമ്പനിയും അവരുടെ ജോലിയും അവരുടെ മക്കളൊക്കെ ഇപ്പോൾ വലുത്. എന്നെ വേണ്ട ഈ വയസ്സുകാലത്ത്. ഈ കറി നല്ല സാമ്പാറൊക്കെ വെച്ചാൽ എത്ര വലിയ കൊമ്പടിച്ചു കൊണ്ടു കറിവേപ്പിലയുടെ ഇങ്ങനെ ഇടും. എത്ര വരെ വേണ്ടതെന്നറിയോ? അത് തിളച്ച് വാങ്ങിയിട്ട് അതിൻ്റെ ആ മണവും സുഗന്ധമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വന്നാൽ കറിവേപ്പില ഇല്ലേ? ഇതുപോലെ തന്നെയാണ് കേട്ടോ. അധികാരസ്ഥാനത്ത് നിന്ന് പുറത്തു പോയിട്ട് എടുക്കാത്ത മുക്കാലാവുന്നതും ഇതേപോലെയാണ്. ആർക്കും വേണ്ടാത്ത അവസ്ഥ. കളത്രം സുതം. പിന്നെ ബന്ധുക്കളുണ്ട്. ബന്ധുക്കളുടെ അവസ്ഥ ഞാൻ പറയണോ? വേണ്ട. അവസാന കാലത്ത് കിടക്കുന്ന സമയത്ത്, ഏടോ നീ എന്തെന്നാ പറയുന്നത്, എത്ര ദിവസമായി ഇങ്ങനെ കിടക്കുന്ന, 4 മാസമായില്ലേ, ഒന്ന് പോയി നോക്കിയില്ലെങ്കിൽ മോശമല്ലടോ. പിണ്ണത്തിന് പോകുമ്പോൾ എപ്പോൾ മോശം വരിക? പിണ്ണത്തിന് പോകുമ്പോൾ. അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൂട്ടി പോയി. ഒരുപാട് നേരത്തെ എത്തിയോന്ന് ചോദിച്ചാൽ ഞാൻ 2 മണിക്ക് എത്തി. 5 മണിയായി പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ. സമയമില്ല, ഞായറാഴ്ചയാണ്. 5 മണിയായി. ഈ 5 മണിക്ക് 3 മണിക്കൂർ ഇവിടെ ചായ ഒഴിക്കലും ചിപ്സ് തിന്നലും ഒക്കെ കഴിഞ്ഞിട്ടും ഈ അകത്ത് കിടക്കുന്ന ആളെ നോക്കാൻ പോകുന്നില്ല. അവസാനം പുറത്തിറങ്ങി പോവാം. നിങ്ങൾ കാണാൻ വരുന്നില്ലേ എന്ന് പെണ്ണുങ്ങൾ വിളിച്ചു.
എന്ത് കാണാൻ? ഇവിടെ സുഖമായിട്ട് കിടക്കും, കാണാനല്ലേ വന്ന്, കാരണവർ കാണാൻ. ഓ ശരി തന്നെ, വന്നേക്കാം. ഈ ചായ കുടിക്കുമ്പോൾ ഓർമ്മയില്ല, അവിടെ വർത്തമാനം പൊടി പിടിച്ചു. അവസാനം പോയിട്ട് ആ മുറിയിൽ നിർത്തി നോക്കിയിട്ട് അയ്യോ കഷ്ടം തന്നെ, ഫോൺ ചെയ്തു. ഇതല്ലേ ബന്ധുക്കളുടെ അവസ്ഥ? മുമ്പാണെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ? അല്ല, ഇയാൾക്ക് നല്ല പ്രാപ്തിയുള്ള സമയത്താണെങ്കിൽ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വരും. എന്താ അതിപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-60,000 റുപ്യയുടെ ഒരു ബഡ്ജറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ കുറി കിട്ടിയിട്ടുമില്ല. അതെന്തോ ചെറിയൊരു അപകടത്തിൽപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് ഒരു 20 റുപ്യ വേണം അല്ലേ. ഞാൻ മിനിയാന്ന് പറയുമ്പോൾ നിങ്ങളാരും ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. വീരഭദ്രൻ കുറി കൊടുക്കലില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? വൈരജാതൻ കുറി കൊടുക്കലില്ല, പണ്ടേ പതിവില്ല. ഒന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വരവ്, അത് കഴിഞ്ഞാൽ 2 തട്ടൽ, പിന്നെ തിരിച്ചു പോക്കല്ലാതെ എവിടെ ഇതുവരെ കണ്ടിട്ടില്ല. വൈരജാതൻ കുറി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതാ തെയ്യം വൈരജാതനല്ല എന്നാണ് മുനിയാന്ന് പറഞ്ഞത്. അന്നേരം ആരും അത്ര ശ്രദ്ധിച്ചില്ല അല്ലേ. ഇന്നലെയാണ് എന്നോട് ഒരാൾ പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ചു. മതി, അനുഭവമുള്ളവർക്കല്ലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. കുറച്ചപ്പുറം. പക്ഷേ ഏതായാലും കേരളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ അവസ്ഥ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രത്യേക ഒരു രംഗമുണ്ടല്ലോ, അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ ഇവിടുത്തെ വിശേഷം എന്നറിയോ? ആരുമില്ല സഹായത്തിനല്ലേ, ഒരാളില്ല. കളത്രം, സുതം, ബന്ധുവർഗം എല്ലാവരും വിടുന്നു. ഒരു 20 വേണം എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല എന്നോ അല്ലേ. 60ൻ്റെ ആവശ്യമുണ്ട്, ഒരു 20എങ്കിലും നിങ്ങൾ തരണം. എപ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത മാസം മെയ് 5-ാം തീയതി അല്ലെങ്കിൽ 6, അതിനപ്പുറം പോവില്ല എന്ന് പറയും. ഈ പൈസ വാങ്ങിച്ച് കഴിഞ്ഞ് തരുമ്പോൾ ഇത് കൊടുക്കാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ആലോചന അത്രേ. അതാണ് ഇത് കൊണ്ട് ഇങ്ങനെ ഘോഷാക്കി. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് തന്നെ കാറ് വിളിച്ചിട്ടാണ്. ബസ്സിന് പോകേണ്ട ദൂരമേ ഉള്ളൂ, പക്ഷെ കാറ് വിളിച്ച് ഇതെങ്ങനെ ചിലവാക്കി. അവസാനത്ത് നിങ്ങളെന്താന്ന് പറയും. പിന്നെ കാണാത്ത ആളെ പോലെ ഞാനിവിടെ നാട്ടിൽ തന്നെ ഇല്ലേ, തരില്ലേ, ഇങ്ങനെയൊക്കെ പേടിപ്പിക്കണമെന്നായി. പിന്നീട് വിരോധമായി, കണ്ടാൽ മിണ്ടാതായി. ഇതിൻ്റെ മുകളിൽ അർത്ഥമനർത്ഥം ഭാവയ നിത്യം. ഇതന്നെ ഇവിടുത്തെ അവസ്ഥ. കളത്രം, സുതം, ബന്ധുവർഗം. ഇനി വേറൊന്നുണ്ട്, വയസ്യം. എപ്പോഴും സുഹൃത്തുക്കളാണ്. നിൻ്റെ പുറം പൊളിയുന്നവരെ ഞാനുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതുവരെ ഉണ്ടാവും, അത് കഴിഞ്ഞാലോ ഇല്ല. വയസ്യം ധനം സദ്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ഈ തോന്നിവാസം പറഞ്ഞു തന്നവരും ഏഷണി കൂട്ടിയവരും ഇങ്ങനെ ഇങ്ങനെ സ്ക്രൂ തിരിച്ചവരൊക്കെ ഉണ്ടായോ അവസാന കാലത്ത്? ഇല്ല. ഒറ്റക്ക് തന്നെ ഏകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ഒറ്റക്ക് തന്നെ ദൂരം പോണ്ടി വരുന്ന കുറേ ദൂരമുണ്ട് യമധർമ്മ രാജാവിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ. ഇതെല്ലാവർക്കും ബാധക കേട്ടോ. ഗജേന്ദ്രമോക്ഷം കേട്ടിട്ട് ഏതോ ഒരു ആനയുടെയും മുതലയുടെയും കഥ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. നമ്മളുടെ കഥ തന്നെയാണ്. ഇതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. എന്തായി ഇപ്പോൾ? ആരും സഹായത്തിനില്ലാന്ന് തോന്നി ഗജേന്ദ്രൻ്റെ കഴുത്ത് വരെ വെള്ളത്തിൽ മുങ്ങിപ്പോൾ. കണ്ണിൻ്റെ അടുത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ശരീരം മുഴുവൻ ക്ഷീണിച്ചു, തളർന്നു. എന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് എന്തോ ബലത്തിൽ. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമല്ലാതെ എന്താ പറയേണ്ടത്? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാളൊന്ന് കണ്ണു തുറന്ന് നോക്കിയത് ഇപ്പോഴാണ് അത്ര കരയിലേക്ക്. ഒന്നും കൂടെ നോക്കി, ആരുമില്ല. ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ ധീരപരാക്രമ ഭാവങ്ങളോ അന്തകനെത്തുമ്പോൾ ജീവനെ രക്ഷിക്കാൻ അന്ത്യത്തിൽ എത്തില്ല തീർച്ച തന്നെ. ആരുമില്ല അവസാന കാലത്ത്. അന്തകൻ്റെ പിടിയിൽപ്പെടുമ്പോൾ സുഹൃതം ദുഷ്കൃതം ജൈവ ഗച്ഛന്തമനുഗച്ഛതി. നല്ലതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാം. ചീത്തയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം കൊണ്ടുപോകാം. നമുക്ക് വേറൊന്നുമില്ല എന്നൊരു തോന്നലുണ്ടായി. ഇനി എന്നെ ഈ വിഷമഘട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ കരുണാമൂർത്തിയായ പരബ്രഹ്മസ്വരൂപൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി ഈ ബോധം വന്നു. നമുക്ക് വരും അപകടത്തിൽ? ഇല്ല, ഇത് വന്നു. ഇത് ജന്മാന്തര സുഹൃതാട്ടോ. ഈ ബോധം വന്നു. ഗജേന്ദ്രനതാ അതിവിശേഷമായിട്ടുള്ള സ്തോത്രങ്ങൾ കൊണ്ട് പരബ്രഹ്മത്തെ സ്തുതിക്കുന്നു. നിർഗുണ ബ്രഹ്മത്തെ, രൂപമോ നിറമോ ഗുണമോ മണമോ ഇല്ലാത്ത ആ പരബ്രഹ്മത്തെ, സച്ചിദാനന്ദ ബ്രഹ്മത്തെ സ്തുതിക്കുകയാണ് ഗജേന്ദ്രൻ. അതാണ് ഒരു അധ്യായത്തിൽ നേരത്തെ വായിച്ചില്ലേ രാവിലെ. ഓം നമോ ഭഗവതേ തസ്മൈ യതേതച്യുതാത്മകം പുരുഷായാദിബീജായ
പരേശായ ധീമഹി യസ്മിന്നിദം യതശ്ചേദം യേനേദം യൈദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. പ്രാർത്ഥന ഏകാന്തത്തിലിരുന്നു കൊണ്ട് അവിടുത്തെ ദിവ്യങ്ങളായ ചരിത്രങ്ങളും നാമങ്ങളും പാടിക്കൊണ്ട് ആനന്ദസാഗരത്തിൽ ആറാടുന്ന ഏകാന്ത ഭക്തന്മാരുടെ പദത്തിലേക്ക് എന്നെ ഉയർത്തണമേ കരുണാമൂർത്തേ. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിക്കുള്ള സാധനായതും മായയും മായാവിയും മായ കൊണ്ട് വിനോദിക്കുന്നവനും അവിടുന്നാണല്ലോ കരുണാമൂർത്തേ. എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തി സ്ഥാനമാണ് അവിടുന്ന്. ഈ പരബ്രഹ്മത്തെയാണ് കേട്ടോ സ്തുതിക്കുന്നത്. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദേവനല്ല. നമ്മൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റണം. ദേവനല്ല, വിഷ്ണുവല്ല, ആഹാ, ശിവനല്ല, ആഹാ, ബ്രഹ്മാവല്ല, ഇതൊന്നുമല്ല അല്ലേ? അല്ല. അതിനൊക്കെ അപ്പുറത്തുള്ളത് നാരായണീയത്തിൽ പറയും സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം. വേദങ്ങൾ അറിവിൻ്റെ കൂടാരം വേദമാണ്. ആ വേദങ്ങൾക്ക് പോലും സ്തുതിച്ചിട്ടും നോക്കിയിട്ടും എത്തി നോക്കിയിട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതാണ് പരബ്രഹ്മം. രൂപമില്ല, നിറമില്ല, ഗുണമില്ല, മണമില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനെ നിഷേധിക്കുക. എങ്ങനെയാ നിഷേധിക്കൽ? ഇതാണോ ചോദിക്കുക. അല്ല. ഈ കാണുന്നതാണോ ബ്രഹ്മം? അല്ല. ഈ ദേവനാണോ ബ്രഹ്മം? അല്ല. ഈ ശിവനാണോ ബ്രഹ്മം? അല്ല. അയ്യപ്പനാണോ ബ്രഹ്മം? അല്ല. വിഷ്ണുവാണോ ബ്രഹ്മം? അല്ല. ഓഹോ, അങ്ങനെയുണ്ടോ? നിഷേധിക്കുക, എല്ലാറ്റിനും നിഷേധിക്കുക. അങ്ങനെ എന്തൊക്കെ നമുക്ക് നിഷേധിക്കാനാവും? നമുക്കറിയുന്നതൊക്കെ നിഷേധിച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വല്ലതും ബാക്കിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ശക്തി ഉണ്ടെങ്കിൽ അതാണ് നിഷേധശേഷോ ജേതാദശേഷ. അതാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ വൈഭവം. ആ ഭഗവാനെയാണ് ഗജേന്ദ്രൻ സ്തുതിച്ചത്. വയ്യാതായി കേട്ടോ. കണ്ണുപോലും ദാ വെള്ളത്തിലേക്ക് ഇറങ്ങായി. ഒന്നും കാണുന്നില്ല. തുമ്പിക്കൈയൊക്കെ തളർന്നിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നു. ഗജേന്ദ്രൻ്റെ വല്ലാത്തൊരവസ്ഥ. എൻ്റെ ജീവനിപ്പോൾ പോവും ഭഗവാനെ, ഈ ജീവൻ പോകുന്നതിന് മുമ്പ് ഒന്ന് അവിടുത്തെ സ്വരൂപം ഒന്ന് കാണിച്ചു തരണേ. ഉച്ചത്തിൽ വിളിച്ചത് ശക്തി കുറഞ്ഞു വന്നു. ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട് ദേവന്മാർ, ബ്രഹ്മാദി ദേവന്മാർ. പക്ഷെ അവരൊക്കൊന്നും പറ്റിയില്ല. ഇത്രയല്ലേ പറയാനുള്ളൂ. എന്താ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് വിവിധലിംഗഭിതാഭിമാനാഹ. ഞാൻ ബ്രഹ്മാവ്, സൃഷ്ടിയുടെ ആൾ രജോ ഗുണക്കാരൻ, ഞാൻ ശിവൻ തമോ ഗുണക്കാരൻ, ഇങ്ങനെയൊക്കെ ഉണ്ടായി രൂപം വന്നപ്പോൾ ഈ പരബ്രഹ്മത്തിന് ഇതൊന്നുമില്ല, ലിംഗാഭിമാനമില്ല. അപ്പോൾ അവർക്കൊക്കെ തോന്നുന്നത് എന്നെയല്ല വിളിക്കുന്നത്, പരബ്രഹ്മം ഞാനല്ലല്ലോ. ഒരാൾ കിണറ്റിൽ വീണു ഒരവസരത്തിൽ രാത്രിയിൽ പോകുമ്പോൾ. അപ്പോഴേ പറഞ്ഞു തന്നു പോകണ്ടെന്നും വെള്ളം കുടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് വീണു. അവിടുന്ന് ഇങ്ങനെ വിളിക്കുകയാണ്, കുഞ്ഞുഷ്ണാ രക്ഷിക്കണേ, കുഞ്ഞുഷ്ണാ രക്ഷിക്കണേ ഇങ്ങനെ പറഞ്ഞു. അല്ല വിളിച്ചു രാത്രിയിൽ. ഏതാ കുഞ്ഞുഷ്ണൻ? അയാളുടെ അനുജനെ മറ്റാ വിളിച്ചത്. അടുത്തുള്ള ആൾ വീട്ടിനടുക്ക് എത്തിയിട്ടുള്ള കിണറ്റിലാണല്ലോ, അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോഴാണ് ഇത്രേ കുറേ ദൂരത്ത് കൂടി വന്നിട്ട് ഈ ബഹളം കേട്ട് ഒരാൾ വന്ന് എത്തി നോക്കി. അയാളുടെ പേര് നാരായണൻ, അയൽവക്കക്കാരനാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ കുഞ്ഞുഷ്ണാ രക്ഷിക്കണേ, കുഞ്ഞുഷ്ണാ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. ഇയാൾ നോക്കി കണ്ടു, അയ്യോ കിണറ്റിൽ വീണ്ട്, ഇത് ചാവും മിക്കവാറും, ഞാൻ പോകുന്നു. എന്താ കാരണം എന്നറിയോ? എന്നെ അല്ലല്ലോ വിളിച്ചത്, കുഞ്ഞുഷ്ണനല്ലേ എന്ന്. ഈ കിണറ്റിൽ വീണ സമയത്ത്, മരണത്തോട് മല്ലിടുന്ന സമയത്ത് എന്നെ അല്ലല്ലോ വിളിച്ചതെന്ന് ഏതെങ്കിലും ആൾക്ക് തോന്നുമോ? ഇതുപോലെ ഇപ്പം ബ്രഹ്മാവിനൊക്കെ തോന്നിയിരുന്ന നിഖിലാത്മകത്വാൽ. പക്ഷെ കരുണാമൂർത്തിയായ ഭഗവാന് തോന്നിയത്രേ, ഹൃദയം ഇങ്ങനെ തുടിക്കാൻ തുടങ്ങി. ഭൂരികാരുണ്യവേഗാൽ താക്ഷാരൂഢ പ്രേക്ഷിതോ ഭൂ പുരസ്തൽ. അവിടത്തേക്ക് തോന്നിയത്രേ, ഇതാ എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കരുത്, അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധക്ക് തീർന്നു. നമേ ഭക്ത പ്രണശ്യതി എന്നുള്ള ഭാവത്തിൽ സ്തവ്യ സ്തവപ്രിയ സ്തോത്രാ സ്തുതി സ്തോതാരണപ്രിയ പൂർണ്ണപൂരയിത പുണ്യ പുണ്യകീർത്തിരനാമയ. ഇതൊക്കെ അവിടെ നിന്നാണ്. സ്തവ്യം, സ്തോത്രം, സ്തുതിക്കുക, പുണ്യകീർത്തി. അങ്ങനെയുള്ള കരുണാമൂർത്തിയായ പരബ്രഹ്മസ്വരൂപൻ ഒരു രൂപം എടുത്തു. അതാണ് ഹരി എന്ന അവതാരം. ഹരി എന്ന അവതാരം എടുത്തിട്ട് അപ്പോഴേ ഗരുഡൻ വന്നു കഴിഞ്ഞു. ചാടി കയറി എന്നാണ് പറഞ്ഞത്. അധികം ആയുധമൊന്നും എടുക്കണ്ട, ഇത് മതി. ചക്രായുധോഭ്യഗമദാശു എന്നാണ്. ഈ ഒറ്റ ഒന്നേ എടുത്തുള്ളൂ. ഇതും എടുത്തിട്ട് അവർ
ഗരുഡൻ്റെ പുറത്തും കയറി. ഗരുഡനാണെങ്കിൽ അതിവേഗത്തിൽ ചിറകടിച്ചങ്ങനെ എത്തി. അപ്പോഴേക്കും ദാ വെള്ളത്തിലേക്ക് മുങ്ങാറായി, കണ്ണുതാ അടഞ്ഞു തുടങ്ങി. മരണത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തി. അപ്പോഴേക്കാണ് ഗരുഡൻ മുകളിൽ വന്ന് എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്ക് തോന്നി ഇതാ ഇയാൾ മരിച്ചു പോവോ സംശയമായി, ഈ ആന കഴിഞ്ഞു പോവോ സംശയം തോന്നി. സംശയം തോന്നിയിട്ട് ഭഗവാൻ ദാ ചാടി ഇങ്ങോട്ട് ഇറങ്ങിയെന്നാണ്. എന്താ, ഗരുഡന് വേഗം പോരാ അല്ലേ, എൻ്റെ ഭക്തനെ രക്ഷിക്കുക എന്നുള്ള ഭാവത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇറങ്ങുന്നു. പിന്നിട്ടും താമസമില്ല. ഈ സ്വരൂപം ഇങ്ങനെ കണ്ടില്ലേ, ഗരുഡാരൂഢനായി നിൽക്കുന്ന ഭഗവാന്റെ സ്വരൂപം ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കണ്ടു. നീലപ്രകാശം അടിച്ചു കയറി, എന്തെന്നില്ലാത്തൊരു ഊർജം കിട്ടിയതായിട്ട് തോന്നി. ഇനി എൻ്റെ ഭഗവാനിതാ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള തോന്നലിങ്ങനെ വന്നപ്പോഴേക്കും സോന്ദസരസ്യുരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാഗരുത്മതിഹരിം ക ഉപാത്തചക്രം ഉൽക്ഷിപ്യ സാംബുജകരം ഗിരമാഹ കൃച്ഛ്രാൽ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സകലത്തിനും ഗുരുവായിരിക്കുന്ന നാരായണ അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയാൻ സാധിച്ചു. കൃച്ഛ്രാൽ എന്നാ പറയുന്നത്, എങ്ങനെയൊക്കെയോ കൂടി തുമ്പിക്കൈ ഉയർത്തി എന്നാ പറയുന്നത്. കഷ്ടപ്പെട്ടിട്ട് ഉയർത്തിയിട്ട് എത്തിപ്പിടിച്ചപ്പോൾ ഒരു താമര കിട്ടിയത്രയാ പൊയ്യിൽ, അതും കയ്യിലെടുത്തിട്ട് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ അങ്ങനെ ലേശം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അപ്പോഴാണത്രേ ഭഗവാന്റെ ഒരു ചാട്ടം. ഗരുഡ വേഗം പോരാ അല്ലേ എന്നുള്ള ഭാവത്തിൽ ഒന്നങ്ങനെ ചാടിയിട്ട് ഇതെങ്ങനെ സ്വീകരിച്ചു മതിയിട്ടോ എന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് തുമ്പിക്കൈ പിടിച്ചിട്ട് ഗജേന്ദ്രനെ അങ്ങ് വലിച്ചിങ്ങനെ ഉയർത്തിയപ്പോഴേക്കും മുതല അതാ വീർത്ത മുതല കരയിലേക്ക് എത്തി. പിന്നിട്ടും താമസമില്ല. ചക്രായുധോഭ്യഗമദാശു യതോ ഗജേന്ദ്ര. ആ മുതലയുടെ നേർക്ക് ചക്രായുധം കൊണ്ട് വിട്ടു. മുതലയെ നിഗ്രഹിച്ചു, ഗജേന്ദ്രനെ മോചിപ്പിച്ചു. സന്തോഷമായി. ഗജേന്ദ്രൻ്റെ രൂപമൊക്കെ മാറി. സാരൂപ്യം, 4 കൈകൾ. ആർക്ക്? ഗജേന്ദ്രന്. ആനക്കല്ല, ആനയുടെ മനുഷ്യൻ്റെ രൂപമായി. നല്ല വിഷ്ണുവിൻ്റെ രൂപം, 4 കൈകൾ. ശ്രീഹരിയുടെ രൂപം തന്നെ കേട്ടോ. വിഷ്ണു ശ്രീഹരിയല്ലേ, അതുപോലെ രൂപം. അതിസുന്ദരമായിട്ട് ഇങ്ങനെ തൊഴുതു നിൽക്കുന്നു മാത്രം. ഇയാളും രൂപം മാറി. ആര്? മുതല. ഒരു ചെറുപ്പക്കാരൻ ഒരു ഗന്ധർവൻ്റെ വേഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്, തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത്രേ, സന്തോഷമായി, എൻ്റെ ഭക്തൻ നശിക്കില്ല എന്ന് ലോകത്തിന് മുഴുവൻ ഇതാ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി പ്രഭാതകാലത്ത് എന്നെ ഒന്ന് സ്മരിച്ചാൽ മതി കേട്ടോ. എന്നെയും ഈ ഗജേന്ദ്രനെയും ഈ സരസിനെയും ഗിരികാനനങ്ങളെയും ആരാണോ പ്രഭാതകാലത്ത് സ്മരിക്കുന്നത്, പ്രഭാതത്തിൻ്റെ പ്രത്യേകത എന്താ? നിശാത്യയെ പ്രതിബുദ്ധ്യ നിശാത്യയെ എന്നാണ്. രാത്രി കഴിയുന്ന സമയം ഇല്ലേ, ആ ഒരു ഘട്ടമുണ്ടല്ലോ, അവിടെയാണ് പ്രഭാതം വിടരുക. അതുപോലെ മരണം എന്നുള്ളൊരവസ്ഥയുണ്ട് അത്ര. ഈ ജീവൻ ഇവിടുന്ന് വെടിയേണ്ടുന്ന സമയം, അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ജീവൻ ഒക്കെ പുതിയ ശരീരം സ്വീകരിക്കേണ്ടതാണ്. ഇതാണ് ഈ മരണത്തിൻ്റെ പ്രത്യേകത. അതേ സമയത്ത് അന്തേ നാരായണ സ്മൃതി, അത് ഞാൻ ഉണ്ടാക്കിത്തരും. എന്ത് വേണം? നിത്യേന രാവിലെ ഈ രാത്രി കഴിയുന്ന സമയത്ത് എന്നെ ഒന്ന് സ്മരിക്കണം. 9 മണിക്കൊന്നും ആയ കാര്യമില്ല എന്നർത്ഥം. പണ്ടിങ്ങനെയൊക്കെ പതിവുണ്ട് കേട്ടോ. അതേപോലെ നമുക്കൊക്കെ സ്മരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗവതത്തിൽ സ്തുതിയുണ്ട്. അത് സാധിക്കില്ലെങ്കിൽ നാരായണീയത്തിലുണ്ട്, അതും സാധിക്കില്ലെങ്കിൽ മലയാളത്തിലുണ്ട്. കുംഭീന്ദ്രൻ പോയി ത്രികൂടാജലസരസി മുതാപണ്ട് അഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ചാൻ മുതല കടിവിടാണ്ട് ആയിരത്താണ്ടുഴന്നാൻ അന്നേരം പോന്നുവന്നു മുരരിപു ഗരുഡാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്ന് ആ കരിവരന് അധ സായുജ്യമേകി മുകുന്ദൻ. ഇത്രയും നമുക്ക് പറ്റില്ലേ? രാവിലെ ഇത്രയൊക്കെ പ്രയാസമുണ്ടോ? 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് സ്മരിച്ചാൽ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഫലം കിട്ടുന്നു, ഈശ്വരസ്മരണ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ള വിശേഷമായിട്ടുള്ള ചരിത്രം ഇവിടെ പറഞ്ഞു കൊടുത്തു. ഇതുകൊണ്ട് തീർന്നില്ല, ഇത്രയൊക്കെ ആവണമെന്ന് പറഞ്ഞു. അപ്പോഴാണത്രേ ഭഗവാൻ ഒന്നിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തി എന്നാണ് പറയുന്നത്.
ഉയർത്തിയപ്പോഴേക്കോ ഗരുഡൻ ഒന്നിങ്ങനെ പാറി വന്നു. നേരത്തെ ഗരുഡൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്തൊരു അത്ഭുതം എന്നാണ്. കാണാൻ ആളുണ്ടെങ്കിൽ ഇതെല്ലാം കാണും കേട്ടോ, ഇല്ലെങ്കിലൊന്നുമില്ല. കാണുന്നവർക്ക് മനസ്സിലാവും എന്തത്ഭുതം എന്നാണ്. ഒരു ഗരുഡൻ കൂടി വന്നു, എന്താ പരിപാടിയൊന്നും മനസ്സിലായില്ലോ എന്നാണ്. എല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തന്നെ ഗജേന്ദ്രനെ പിടിച്ചിട്ട് ഗരുഡൻ്റെ മുകളിൽ കയറ്റി. എന്നിട്ട് ഭഗവാനും കയറുകയാണ്. മറ്റാൾ സ്ഥലം വിട്ടു. ഗന്ധർവൻ തൊഴുത് നമസ്കരിച്ച് നേരെയായി എന്നുള്ള ഭാവത്തിൽ സ്ഥലം വിട്ടു. അയാൾക്കൊന്നുമില്ല, വണ്ടിയില്ല, ഒന്നുമില്ല, ഗരുഡനൊന്നുമില്ല കേട്ടോ. ഇയാളെ കൊണ്ടുപോകുന്നുള്ളൂ. ഗജേന്ദ്രന് സാരൂപ്യ മുക്തി കൊടുത്തു, ഒരേപോലെ രൂപം കൊടുത്ത് മുക്തി കൊടുത്തു. അതാ പറന്നു ഉയരുകയാണ്, മെല്ലെ മെല്ലെ പറന്നു ഉയരുന്നുള്ളൂ. ചിറകടി ഇങ്ങനെ വിശേഷമായിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, നമുക്കിപ്പോൾ പറയാൻ സമയമില്ല. ഇതിന് കീർത്തനങ്ങളൊക്കെ ഉണ്ട്. പീലി ചാർത്തി മാല ചുറ്റി മൂടിയാർന്ന ഗോപിയാർന്ന മൂടി കുന്തളങ്ങളിളകുന്ന ഗോപിയുള്ള നേറ്റി രണ്ടു ദാക്ഷന്മാരിലേറി രണ്ടുപേരുമോപ്പം അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണം ചേർന്നവാനിൽ ചെലിയറ്റി പൊങ്ങി അമ്പകന്നോരുമ്പർഗോനും അമ്പരന്നോടുമ്പോൾ അഗ്നി തൊട്ട ദേവവർഗം നോക്കി നോക്കി നിൽക്കേ എൻ മനസ്സും കവർന്നോരാ ചിന്മയന്മാർ പോയി. വിശേഷം വാഴകുന്നം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വാസുദേവൻ തിരുമേനി. എന്തൊരു വിശേഷമാണെന്ന് ആ ഒരു രംഗം. അങ്ങനെ രണ്ടുപേരും പക്ഷപാത സാമഘോഷ പക്ഷപാത നാട്യം എന്നാണ്. എന്താണെന്നറിയോ? ഭഗവാൻ ഇങ്ങനെ നോക്കൂ. ഇതിനു വേണ്ടിയിട്ട് ഗജേന്ദ്രനോട് സംസാരിക്കാൻ ഭഗവാനെ കാണാനുള്ള കൊതിയിൽ ഇങ്ങോട്ട് നോക്കൂ അത്രേ. അങ്ങനെ പക്ഷപാത നോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. ഇതിനനുസരിച്ച് ചിറകടി, അതിനിടയിൽ സംസാരം, ഇങ്ങനെയൊക്കെ കൂടിയിട്ട് സാമ വേദത്തിൻ്റെ ആ ഭഗവാന്റെ സംഭാഷണമൊക്കെ കൂടിയിട്ടൊരു വല്ലാത്തൊരു രംഗം എന്നാണ് പറയേണ്ടത്. സാമഘോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഗരുഡൻ്റെ ചിറകടി സാമവേദത്തിൻ്റെ ആ ഒരു പ്രത്യേകത അതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. അങ്ങനെ ഉയർന്നുയർന്ന് വൈകുണ്ഠത്തിലേക്ക് ലയിച്ചു ചേരുന്നു. ഇത് പ്രഭാതകാലത്ത് സ്മരിക്കുന്നവർക്ക് വിശേഷമാണ്. ദുസ്വപ്നാദ്യുപശാന്തയെ എന്നൊക്കെ പറയാം. രാത്രിയിൽ ദുസ്വപ്നം കാണും, വലിയ കുഴപ്പമില്ല. പേടിച്ച് നിലവിളിച്ചാൽ പിന്നെ ഉറങ്ങാൻ സമയമുണ്ടേ. കുട്ടികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ? വെളുപ്പാങ്കാലത്ത് ദുസ്വപ്നം കണ്ടാലോ അത് ഫലിക്കുന്നൊക്കെയാണ് പറയുക ഇല്ലേ? വീണു കാല് പൊട്ടി എന്നൊക്കെ സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ സംഭവിക്കും എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? അതൊന്നും ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? രാത്രിയിൽ നാമം ജപിച്ച് കിടക്കുക, പ്രഭാതത്തിൽ ഇതൊന്ന് സ്മരിക്കുക, അന്നത്തെ ദിവസം സഫലമായി തീരും. ഇത്രയും വിശേഷമാണ് പറഞ്ഞത് ഗജേന്ദ്രമോക്ഷത്തിൽ. നമുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയല്ലേ? ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഗജേന്ദ്രന്മാരാണ്. ഒടുവിൽ ഈശ്വരാനുഗ്രഹം കിട്ടണമെങ്കിൽ നമുക്കെന്ത് വേണം? സമ്പത്ത് കാലത്ത് കാപത്തു വച്ചാൽ, അങ്ങനെയല്ലേ? തൈപത്ത് വെച്ചാൽ. ഇപ്പോൾ നേരെ തിരിച്ചായി കേട്ടോ. ഇപ്പോഴങ്ങനെയാണ് അല്ലേ? തയ്യല്ലേ വെക്കേണ്ടത്. എന്നാൽ എന്ത് കിട്ടും? അവസാന കാലത്ത് കാപത്ത് കിട്ടും. ചെറിയൊരു തയ്യൊക്കെ വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ വയ്യാതെ മുട്ടിന് വേദന എടുത്തിട്ട് കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ഇളനീര് പറിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാക്കാം. അല്ലെങ്കിൽ എന്ത് പറയും? നീ ഇളനീര് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും മക്കൾ. അപ്പോൾ പറയും നിന്നെയൊക്കെ തോറ്റി വളർത്തുന്ന സമയത്ത് തൈ വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോൾ എന്ന് പറയും. ഇത് രണ്ടും ഇല്ലാതെ കഴിച്ചു കൂട്ടണമെങ്കിൽ എന്ത് വേണം? സമ്പത്ത് കാലത്ത് തൈ വെക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരാരാധനയുടെ വിത്ത് പാകി മുളപ്പിക്കണം എന്നർത്ഥം. ചെറുപ്പകാലത്ത് തന്നെ നന്മ കൗമാര ആചരൽ പ്രാജ്ഞോ. നമ്മൾ സൽക്കർമ്മം ചെയ്യുക, കുട്ടികളൊക്കെ നാമം ജപിക്കണം, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് ഈശ്വരസ്മരണ ഉണ്ടാവണം, നാമകീർത്തനങ്ങൾ പാടണം. അറിയാത്തവർക്ക് വീണ്ടും പറഞ്ഞു തരാം. കീർത്തനങ്ങൾ വേണം തോന്നുന്നവർ ചോദിച്ചാൽ എഴുതി തരാം. എല്ലാവരും കൂടെ ചോദിക്കുമ്പോൾ കുറേ ആൾ ചോദിച്ചാൽ എഴുതി തരാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടാവും. അതിനല്ലേ പ്രസ്, കമ്പ്യൂട്ടർ ഇഷ്ടംപോലെ പ്രിൻ്റ് ചെയ്തിട്ട് തരാം. വേണമെന്നുണ്ടെങ്കിലല്ലേ ഇതിൽ ആവശ്യമുള്ളൂ. വേണം തോന്നുന്നുണ്ടെങ്കിൽ ഉച്ചക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടും. ഇത്രയൊക്കെയായി. ഇനിയൊരു സംശയം ഇവിടെ ബാക്കി ഉണ്ടാവണം. നിങ്ങൾക്കാർക്കും ഇല്ലല്ലോ, അതല്ലേ പറ്റിയത്. ഗജേന്ദ്രൻ ഒരു കാട്ടാനയല്ലേ? ഒരു കാട്ടാനയെ രക്ഷിക്കാൻ പോലും ഭഗവാൻ ഇത്ര കാരുണ്യം കാണിച്ചുവെങ്കിൽ ഭഗവാന് രാഷ്ട്രീയമുണ്ടോ, മതമുണ്ടോ, ജാതിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ടോ?
ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറത്തുള്ള ശക്തിയാണ്. ഇസങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. ശങ്കരനാരായണ മൂർത്തിയുടെ തിരുസന്നിധിയിൽ വരുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് ഒരു പൈപ്പുണ്ട് അവിടെ കാല് കഴുകാൻ. അതും കാല് കഴുകുമ്പോഴേക്കും നമുക്ക് ഇസങ്ങളൊന്നുമില്ല, രാഷ്ട്രീയമില്ല, വിഭാഗീയതകളൊന്നുമില്ല. അതിനൊക്കെ അപ്പുറത്തുള്ള ശക്തിയാണെന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ശ്രീകോവിൻ്റെ മുന്നിൽ പോയിട്ട് എല്ലാവർക്കും തൊഴാമെന്ന് പറയുന്നത്. ഒരു വിഭാഗീയതയില്ല, എല്ലാം സമമായിട്ടുള്ള ഭാവനയാണ് ഈശ്വരൻ്റെ മുമ്പിൽ. പക്ഷേ അതിൻ്റെ ചിട്ടക്കനുസരിച്ചാവണം. ഇസമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് കുളിക്കാതെ കണ്ട് ഇല്ലേ കുറച്ച് കള്ളും കുടിച്ചിട്ടെങ്കിൽ വന്നാൽ അത് സംഗതി ശരിയാവില്ല. കാരണം അതിൻ്റെ ഫലം നമുക്കത് ഏറ്റെടുക്കേണ്ടി വരും. കാരണം ജീവിതത്തിൽ ചെയ്യുന്ന ദുരിതത്തിൻ്റെ ഫലം തീർക്കാനാണ് ക്ഷേത്രത്തിൽ വരുന്നത്. ഇവിടെ വന്നിട്ടും ദുരിതം ചെയ്താൽ അതിൻ്റെ ഫലം തലമുറകളോളം അനുഭവിച്ചാലും തീരില്ല എന്നാണ്. അത് വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. എൻട്രിൻ്റെ ഫലം വേഗം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. പെട്ടെന്ന് കിട്ടും. 1/2 ഔൺസ് എൻട്രിൻ കഴിച്ചാൽ ഫലം അപ്പം കിട്ടും. കഷായം കഴിച്ചാൽ ഫലം മെല്ലെ മെല്ലെ കിട്ടും. 1 കൊല്ലം കഴിഞ്ഞാൽ മുട്ടുവേദന പോവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നാമം ജപിച്ചതിൻ്റെയൊക്കെ ഫലം നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടും. അതാ വേണ്ടത്. അപകടം വരുന്ന സമയത്തല്ലേ ഇൻഷുറൻസ് കിട്ടല് അല്ലേ? അതേപോലെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കാക്കുവാനാകുന്ന ദൈവത്തെ വാഴ്ത്തിയോൻ ഞാനേ ധന്യൻ. ഈ ഒരു ഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഗജേന്ദ്രൻ ആരാണെന്ന് ഒന്നും കൂടെ പരിശോധിച്ച് നോക്കാം. ഗജേന്ദ്രനെ പരിശോധിക്കൽ എങ്ങനെയാണ്? ഗജേന്ദ്രൻ്റെ പൂർവ്വ ചരിത്രം ഒന്ന് പരിശോധിക്കുക. ഇയാൾ ഒരു പാണ്ഡ്യ രാജാവായിരുന്നു. പാണ്ഡ്യവംശം എന്ന് കേട്ടിട്ടുണ്ടോ അല്ലേ? പണ്ട് കേരള വംശം എന്നല്ല പറയാത്രേ, പാണ്ഡ്യവംശം. മദ്രാസ് സ്റ്റേറ്റ് എന്നൊക്കെ അടുത്ത കാലത്ത് വരെ പറയുന്നത് കേട്ടിട്ടുണ്ട്. തമിഴ്നാട് എന്നൊക്കെ പറയും ഇല്ലേ? പാണ്ഡ്യ രാജാവ്. അയ്യപ്പൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്. എവിടെയായത്? അയ്യപ്പനും ചരിത്രമൊക്കെ ഇവിടെ തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ്. പാണ്ഡ്യരാജാവ് ഇവിടെ തന്നെയാണ് അല്ലേ? തമിഴ്. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഏകദേശം ശരിയാവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ പാണ്ഡ്യരാജാവിന് തെക്ക് എവിടെയോ പോകണോ? വേണ്ട, ഇവിടെ തന്നെയാണ്. പാണ്ഡ്യവംശത്തിൽ ജനിച്ച ആൾ. അയാളുടെ പേര് ഇന്ദ്രദ്യുമ്നൻ എന്നാണ്. വളരെ ശ്രദ്ധിക്കണം പേര്. അപ്പോൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്നാലൊന്നും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റില്ല എന്നർത്ഥം. ഈ ഗജേന്ദ്രൻ മുൻ ജന്മത്തിൽ, ആനയാവുന്നതിന് മുൻ ജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്ന് പേരായിട്ടുള്ള പാണ്ഡ്യരാജാവായിരുന്നു എന്നാണ് പറയുന്നത്. അതിനൊരു ശ്ലോകം വേണ്ടേ നമുക്ക്? നാരായണീയത്തിൽ ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വൽഭക്താത്മാചന്ദനാദ്രോഗതാജിൽ ത്വൽസേവായാം മഗ്നധീരാലു ലോകേ നൈവാഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. ഒരു ശ്ലോകം. ഒരിക്കൽ ഇദ്ദേഹം വിഷ്ണു വ്രതങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന പരമഭക്തനായിരുന്നു. ആര്? ഇന്ദ്രദ്യുമ്നൻ. എപ്പോഴും നാമം ജപിക്കും. സഹസ്രനാമം രാവിലെ 8-10 തവണ ജപിച്ചാലും സമാധാനമാവില്ല. 2 കുറഞ്ഞു പോയി ഇന്ന്. അല്ല ഇന്നലെ നിങ്ങൾ 8 ജപിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അല്ല ഇന്ന് ഞാൻ 12 ജപിക്കണമെന്ന് വിചാരിച്ചു, അപ്പോൾ 2 കുറവല്ലേ എന്നാണ്. ഇങ്ങനെ സഹസ്രനാമം ജപിച്ചുകൊണ്ടും ഈശ്വരാരാധന ചെയ്തുകൊണ്ടും സാലഗ്രാമ പൂജ ചെയ്തുകൊണ്ടൊക്കെ കഴിഞ്ഞുകൂടിയത്രേ. അങ്ങനെ ആനന്ദസാഗരത്തിൽ ലയിച്ചിട്ട് ഒരു ദിവസം ഭഗവാനെ മനക്കണ്ണിൽ കണ്ടുകൊണ്ട് ലയിച്ചിരിക്കുമ്പോഴത്ര ഗുരുനാഥൻ അഗസ്ത്യ മഹർഷി, നാരായണനാമത്തിൻ്റെ കാര്യമായിട്ടുള്ള ബോധ്യം വന്നിട്ടുള്ള ആളാണ് അദ്ദേഹം വന്നുത്രേ. അപ്പോൾ തോന്നി ഇയാൾക്ക് എന്തോ ഒരു പ്രാരബ്ധം ബാക്കിയുണ്ടത്രേ. മോക്ഷം കൊടുക്കേണ്ട സമയം വൈകിയിട്ടുണ്ട്, പക്ഷേ ഈ പ്രാരബ്ധം തീർന്നാലേ പറ്റുള്ളൂ. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഒരു കറയുണ്ട്, സ്വർണത്തിൽ കറയുണ്ടെങ്കിൽ അത് തീർത്തിട്ടല്ലേ നല്ല തങ്കാക്കാൻ പറ്റുള്ളൂ. അതെന്തോ ഒന്ന് ബാക്കിയുണ്ടത്രയും തോന്നി. അതിന് വേണ്ടിയിട്ടൊരു ശാപം എന്നാ പറയുക കേട്ടോ. അഗസ്ത്യസ്യ ശാപാൽ എന്നാ പറയുക. മഹാന്മാരുടെ ശാപം എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹമാണ്. ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വഗാന എന്നാ പറയുക. നമുക്ക് ശാന്തി തരാൻ വേണ്ടിയിട്ടാണ് ദുഃഖം തരുന്നത് സ്വന്തം ഭക്തന്മാർക്ക്. ഭഗവാനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചീത്ത പറയല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ നേരെയാക്കാനാ അനുഗ്രഹിച്ചു. എന്താ നീ ഇങ്ങനെ സ്തബ്ധനായിട്ടിരിക്കുന്നു, നീ ഒരു ആനയായി പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെയാണ് ഇന്ദ്രദ്യുമ്നൻ എന്തായിത്തീരുന്നത്? ആനയായിട്ട് അതേ പർവ്വതത്തിലും കാട്ടിലും കഴിഞ്ഞു കൂടുന്നു. അപ്പോൾ ഇതെവിടെയാണ് സ്ഥലം എന്ന് മനസ്സിലാവും. അപ്പോൾ ശാപമോക്ഷം വേണ്ടേ? നീ ഭഗവാൻ കുറച്ച് കാലം കഴിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും, സംശയമില്ല. ഭഗവാൻ നേരിട്ട് വന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് സാരൂപ്യമുക്തി കിട്ടും കേട്ടോ എന്ന് പറഞ്ഞ് ഭക്തനെ അനുഗ്രഹിച്ചു, ശിഷ്യനെ അനുഗ്രഹിച്ചു. അഗസ്ത്യ മഹർഷി യാത്രയായി. മനസ്സിലായില്ല ഇപ്പോൾ കഥ? ഇനി നേരത്തെ ഒരാളുണ്ടായില്ല, ഒരു മുതല. അതൊരു ഗന്ധർവനായിരുന്നു. ഈ മുതലയായ ഗന്ധർവൻ്റെ പേര് ഹൂ ഹൂ എന്നാണ്. ഇത്രയേ ഉള്ളൂ, 2 അക്ഷരം. ഇന്നും പതിവില്ലേ? ഹൂ ഹൂ, ഇത്രയേ ഉള്ളൂ. ഈ ഗന്ധർവന്മാരുടെ പേരൊരു പ്രത്യേക വിഭാഗത്തിലാണ്. ഹൂ ഹൂ, ഹാ ഹാ, ഹി ഹി, ഹേ ഹേ, ഹൈ ഹൈ, ഇങ്ങനെയൊക്കെ ഇടുള്ളൂ എന്നാണ്. ഈ ഗന്ധർവൻ്റെ പേര് ഹൂ ഹൂസ്താവൽ ദേവലസ്യാഭിശാപാൽ ഗ്രാഹി ഭൂത
തജ്ജലേ വർത്തമാന അല്ലേ, എങ്ങനെയല്ലേ? ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഈ ഞാൻ കഥ പറയാം. ഹൂഹു എന്ന് പേരായിട്ടുള്ള ഗന്ധർവന് പിന്നെ നല്ല സൗന്ദര്യമുണ്ട്. എന്നെപ്പോലെ സൗന്ദര്യമുള്ളവർ ഈ പാണ്ഡ്യ രാജ്യത്തിൽ വേറെ ആരും ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് പാട്ടും പാടും. ഗന്ധർവന്മാർ അതിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുന്നതായ ആ സമയത്തെങ്കിൽ ഒരു ദിവസം പ്രഭാതത്തിലൊക്കെ എഴുന്നേൽക്കും. ഇനി നമ്മളെപ്പോലെ 9:15 ആവണ്ട കേട്ടോ. നേരത്തെ എഴുന്നേറ്റ് അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്താണ് ഒരു മഹർഷി വലിയ താടിക്കാരൻ കുളിക്കുന്നുണ്ട് ഒരു പുഴയിൽ. അപ്പോൾ തോന്നി ഒന്ന് ഇയാളൊന്ന് കളിയാക്കിയേക്കാം. ഈ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ തോന്നും അത്ര അമ്പലത്തിലേക്ക് വരുമ്പോൾ സപ്താഹം നടത്തുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താടിക്കാർ സന്യാസിമാരൊക്കെ വരുമ്പോൾ ഈ കവലയിലിരുന്നിട്ടൊരു കളിയാക്കുന്ന സമ്പ്രദായമുണ്ട് ഇല്ലേ? അതിൻ്റെ ഫലം ഇങ്ങനെയാണെന്നാണ് കാണിച്ചു തന്നത്. ഇയാളൊന്ന് കളിയാക്കിയേക്കാൻ തോന്നി. എന്നിട്ട് മുങ്ങി വന്നിട്ട് വെള്ളത്തിലൂടെ മുങ്ങി വന്നിട്ട് ഗന്ധർവൻ ഹൂഹു മുങ്ങി വന്നിട്ട് ഇയാളെ കാല് മുറുകെ പിടിച്ചു, നഖത്തോണ്ടൊന്നിങ്ങനെ ഞെക്കി, എന്നിട്ടൊന്ന് കുലുക്കി. ഇയാളെന്ത് വിചാരിച്ചു എന്ന് അറിയോ? മുതലയാണെന്ന് വിചാരിച്ചു. അയ്യോ എന്നെ മുതല പിടിച്ചതെന്ന് പറഞ്ഞ് കരയിൽ കയറി തോർത്തിട്ട് രക്ഷപ്പെട്ടു. ഇനി ഇവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുണ്ട് മറുഭാഗത്ത് നിന്ന് ഹ ഹ ഹ ഹാന്ന് ചിരിക്കുന്നു ഈ ഹൂഹു ഹ ഹ ഹാന്ന് ചിരിച്ചു. അപ്പോഴാണ് പിടികിട്ടിയത്, ഇയാളാണല്ലേ, നീയായിരുന്നു എന്നെ പിടിച്ചത്. ഞാൻ വിചാരിച്ചു മുതലയാണെന്ന്. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല, നീ ഒരു മുതലയായിപ്പോട്ടെ. ശപിച്ചു. മഹർഷിമാരുടെ ശാപം വാഗ്വജ്രാണ്. അപ്പോൾ പേടി വന്നു. ഇപ്പോൾ മറുഭാഗത്തൂടെ കരയിലൂടെ വന്നിട്ട് കാല് ശരിക്കും പിടിച്ചൊന്ന് നമസ്കരിച്ചു എന്നാണ്. നേരത്തെ എങ്ങനെയാണ് പിടിച്ചത്? മുങ്ങി വന്നിട്ടല്ലേ. ഇപ്പോൾ ശരിക്കും ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു ശാപമോക്ഷം തരണേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കാല് പിടിച്ചതൊക്കെ ശരി, ഇതുപോലെ നീ ഒരു ഭക്തൻ്റെ കാല് നിനക്ക് പിടിക്കാൻ ഇടവരും, അപ്പോൾ നിനക്ക് മോക്ഷവും കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ മുതല കിട്ടിയ ആഹാരവും കഴിച്ചിട്ട് ഈ താമരപ്പൊയ്യയിൽ കൂടിയതാണ്. പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോഴാണ് ഒരുപാട് ആനകൾ വന്നു. പക്ഷെ അതിൽ ഭക്തനായിട്ടുള്ള ആന ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഗജേന്ദ്രൻ്റെ കാലിനെ പിടിച്ചു. ഇതാ ഇപ്പോൾ മോക്ഷം കിട്ടുകയും ചെയ്തു. ഇതാണ് ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ സാരം. അപ്പോൾ ധനമോ ആഭിജാത്യമോ അല്ല ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതമാകുന്നത്. എന്താണ്? ഭക്തിയാതു ദോഷ ഭഗവാൻ ഗജയൂഥപായ. ഭക്തി കൊണ്ടാണ് ഈശ്വരൻ സന്തോഷിക്കുന്നതെന്ന് ഇതാ ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നു ഗജേന്ദ്രമോക്ഷത്തിലൂടെ. ഇനി മറന്നുപോവോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇല്ല. ഈ ഗജേന്ദ്രമോക്ഷം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെയല്ലേ നടന്നത്? അതെയോ? ഈ പാണ്ഡ്യരാജ്യം ഇവിടെയാണെങ്കിൽ അതിൻ്റെ കാനനം കാടും ഒക്കെ കാസർഗോഡ് ജില്ലയിൽ. ഗജേന്ദ്ര മോക്ഷം നടക്കുമ്പോൾ കാസർഗോഡ് ജില്ലയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കേരള ഭൂമിയിൽ തൃക്കരിപ്പൂര് ഒരു ചക്രപാണി ക്ഷേത്രമുണ്ട് ഇല്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും വിശേഷം വന്നാൽ, നല്ല മഴ വരും തോന്നിയാൽ 1.25 രൂപ ചക്രപാണിക്ക്. അവിടെ മഴയുണ്ടായി. അവിടെ അസലായിട്ട് മഴയുണ്ടായി. ഇവിടെ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? തൽക്കാലം ഒരു ചക്രം നിർത്തിയ പോലെ നിർത്തും. ഇത് അനുഭവമാണ്. എന്തൊരു വിശേഷം എന്നറിയോ? ഈ നിറയെ ഓട്ടുറുമ എന്ന് പറഞ്ഞൊരു ജീവി ഉണ്ട് അത്ര, എന്തോ ഒരു ചെറിയൊരു ജീവി. നിറയെ ഇങ്ങനെ വീഴാൻ തുടങ്ങി. വെച്ചതിൽ ആഹാരത്തിലൊക്കെ വീഴും. ഒരു ഇല്ല അങ്ങനെ എന്തോ പറയല്ലേ, എന്തോ ഒരു ജീവി അങ്ങനല്ലേ പറയാ. ഈ നാട്ടിലെങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങൾ കുറേ ഈ മുകളിലൊക്കെ ഉണ്ടാവും, ധാരാളം വീഴും, കറുത്തിട്ടുണ്ടാവും. ഒരു ദിവസം പാൽപ്പായസം വെച്ചു. ഒരു 50 ലിറ്റർ പാൽപ്പായസം, 50 പാൽപ്പായസം ഇങ്ങനെ വെച്ച് തിളച്ച് ഏകദേശം പാകമായി. ശ്രീകൃഷ്ണാവതാര സമയമാണ്. ഇതെങ്ങനെ തിളച്ച് ഇതിലേക്ക് മറ്റേ വീണ ഓട്ടുറുമ്പ് എങ്ങനെ വീഴാൻ തുടങ്ങി. ചൂടിങ്ങനെ കയറുമ്പോഴേക്ക് പഴയ കെട്ടിടമാണ്, കമ്മാടത്താണ്. അങ്ങനെ വീഴാൻ തുടങ്ങി. 4 ഭാഗത്തും വീഴാൻ തുടങ്ങിയപ്പോൾ എന്താ വേണ്ടത്? ഒരു വഴി വേണ്ടേ? നമ്മൾ തോന്നും ഇതൊക്കെ തമാശയാണെന്ന്, ഗൗരവം ഉള്ളതല്ലേ എന്ന് തോന്നും. ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥനയുടെ ഫലം. കുളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഉടനെ തന്നെ പ്രാർത്ഥിക്കാൻ. ഇതിലിത് വീണാൽ കഴിഞ്ഞില്ല, നിവേദിക്കേണ്ട സാധനമാണ്. അടച്ചു വെച്ചിട്ട് ഇത് ഇളക്കിയിട്ട് പാല് ഇതാക്കാൻ പറ്റും, പായസമാക്കാൻ ഒന്നും പറ്റില്ല. ഇതങ്ങനെ ഉതിർന്ന് വീഴാൻ തുടങ്ങി. ഇവിടത്തേക്ക് വീണിട്ടില്ല, പക്ഷേ ഇത് ഭഗവാൻ ഒന്നിങ്ങനെ ഉള്ളൊരുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇതൊന്ന് നേരെയാക്കി തരണേന്ന്. ഒരു തേങ്ങ ഉടനെ പൊട്ടിച്ച് അടുപ്പിലിട്ടു. എന്നിട്ടൊരു 5.25 രൂപ ചക്രപാണിക്ക് നീക്കിങ്ങ് വെക്കാൻ പറഞ്ഞു. നീക്കിങ്ങ് വെച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ചിങ്ങനെ ഇളക്കി എന്നാണ് പറയേണ്ടത്. ഇതൊരു അത്ഭുതം തോന്നുന്നു. ആരോ വന്ന് കൊട പിടിച്ചതുപോലെ എന്നാണ് പറഞ്ഞത്. ഈ അടുപ്പിൻ്റെ ചുറ്റിൽ മാത്രം ഇങ്ങനെ വീഴാതെ കണ്ട് സുഖമായിട്ട് പായസം. ഇത് അനുഭവമുള്ളതാണ്. 4 വർഷം മുമ്പാണ്. ഇവിടെ ആളുണ്ട്, ഇരിക്കുന്നുണ്ട്. അനുഭവമുള്ളതാണ്. ദേഹണക്കാരനും ഈ നീലേശ്വരക്കാരനും തന്നെയാണ്, വേറെ ആരുമല്ല. അല്ല അങ്ങനെയല്ലേ? ഇത്രയും അനുഭവമുള്ളതാണ്. എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയില്ല. 50 ലിറ്റർ പായസവും ഉണ്ടായിരുന്നു.
ഒരാളുടെ വകയാണ്, നിരീശ്വരവാദിയുടെ വകയായിരുന്നു. അതുവരെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളുടെ വകയാണ് അന്നത്തെ പായസം. അതും കൂടെ ഒരു അദ്ദേഹം കൊണ്ടുവന്ന് ഈ നടയിൽ ഇങ്ങനെ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട് 2 ക്യാനിലായിട്ട്. അതുവരെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മറക്കൊന്നുമില്ല. അടിച്ചവന് ചിലപ്പോൾ മറക്കും, കൊണ്ടാക്ക് മറക്കില്ല. അത്ര വിശേഷമായിട്ടുണ്ടായ രംഗമാണ്. അപ്പോൾ നമ്മൾ പിടിച്ച പിടിക്ക് ഫലം കിട്ടുന്നതാണ് ഈശ്വരൻ്റെ ആശ്രയം. അങ്ങനെയുള്ളൊരു ചക്രപാണി ക്ഷേത്രം നമ്മുടെ സന്നിധിയിലുണ്ട്. ആരോ ഒരാൾ ഗുരുവായൂരിൽ പോയപ്പോഴാണത്ര ഇത് മനസ്സിലായത്. പ്രാർത്ഥിക്കാൻ പോയി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ദുരിതം തീർക്കാൻ. അപ്പോഴാണത്ര പറഞ്ഞത്, എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ്. ഇന്ന് ഏത് ഭാഗത്താണ്? ഞാനങ്ങനെ കൊയ്യോളം എന്തൊക്കെ പറഞ്ഞു. കൊയ്യോങ്കര എവിടെയാണ് അതൊന്നും നമുക്കറിയാം. തൃക്കരിപ്പൂര് എന്ന് പറഞ്ഞു. അവിടെ ചക്രപാണി ക്ഷേത്രമില്ല, കേട്ടിട്ടുണ്ടോ? ഓ ഉണ്ടല്ലോ, നാടകം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നാണ് ചോദിച്ചത്. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ എത്തിപ്പെടാൻ ഗജേന്ദ്രമോക്ഷം നടന്ന ആ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അവിടെ പോയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ മഹത്വം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമ്മളാരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ മുറ്റത്തുള്ളവർക്ക് മണമുണ്ടോ? അതുമില്ല. ഇത്ര വിശേഷമാണ്. ഇപ്പോൾ കുറച്ച് നേരെയാവും കേട്ടോ. ഇപ്പം സപ്താഹം തുടർച്ചയായിട്ട് നടന്നു. ഈ മെയ് 23 മുതൽ അവിടെ സപ്താഹ യജ്ഞം നടക്കുന്നുണ്ട്. അത്ര വിശേഷമുള്ള സ്ഥലമാണ്. നമ്മുടെ തിരുമുറ്റത്ത് തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളതാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞാൽ. അവിടെ താമര പൊയ്കയുണ്ട്. താമര ഉണ്ടാവില്ല, ചിലപ്പോൾ പൊയ്കയുണ്ട് കേട്ടോ. അതൊക്കെ വളരെ വിസ്താരമുള്ള പൊയ്കയായിരുന്നു. ഇതന്നെയാണ് ഈ പറഞ്ഞ സ്ഥലം. ഗിരി കാനന കന്ദര അത്ഭുതം. അവിടെയൊക്കെ പക്ഷേ വീടും താമസവും കോൺക്രീറ്റും ആയിരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ക്ഷേത്രം ഇവിടെ ഈ ഗജേന്ദ്രനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭൂസ്പരിശുണ്ടായ അതേ സ്ഥലത്താണ് ഇത്ര ക്ഷേത്രം നിൽക്കുന്നത്. ആ മതിൽക്കേട് അതിൻ്റെ ഗാംഭീര്യം അത്ര വലുതാണ്. അതും കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കണം. ഇതൊക്കെ അറിയണമല്ലോ ഈ സപ്താഹം നടത്തിയിട്ട്. ഇത് വേറെ എവിടെയാണെന്ന് വിചാരിച്ചിട്ട് പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വിശേഷപ്പെട്ട ഗജേന്ദ്രമോക്ഷം നമുക്കിതാ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇവിടെ സമർപ്പിച്ചു. ഇതൊക്കെ രാവിലെ വായിച്ചിട്ടുണ്ട്, ഇവിടെ എത്തി. ഇനി നമുക്ക് അമൃതമഥനം കഥ വിവരിച്ച് ശങ്കരമോഹനൊക്കെ വിവരിച്ച് മന്വന്തരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മഹാബലിയുടെ ദിവ്യചരിത്രം പറയാൻ ആരംഭിക്കുന്നു. വാമനാവതാര ചരിത്രം. വിഷ്ണു ഭഗവാൻ ചതുർബാഹുവായിട്ട് അവതരിച്ച് ഉടനെ തന്നെ ഒരു ബ്രഹ്മചാരി വേഷത്തിൽ ബ്രാഹ്മണ കുട്ടിയായി തീർന്നതാണ് ചരിത്രം. ബ്രഹ്മചാരി ഞാൻ കുറേ സപ്താഹയജ്ഞം നടത്തിയിട്ടുണ്ട്. ബ്രഹ്മചാരിയുടെ ഫോട്ടോ എവിടുന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, ബ്രഹ്മചാരിയേയും കാണിക്കാൻ പറ്റിയില്ല. നാട്ടിലങ്ങനെ ഉണ്ടാവാറുമില്ല. ഉപനയനം കഴിഞ്ഞിട്ട് കുറേ നാളിങ്ങനെ ബ്രഹ്മചര്യത്തിൽ കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിലല്ലേ ബ്രഹ്മചാരിയാവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ സപ്താഹത്തിൽ മഹാത്മ്യം മുതൽ തന്നെ ബ്രഹ്മചാരി എന്നുള്ള ഒരവസ്ഥയിലുള്ള ഒരു കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് ഒരു ബ്രഹ്മചാരി ഒന്ന് ചവിട്ടിയാൽ മതി യജ്ഞവും യാഗം നടത്തുന്ന സ്ഥലത്ത്. അത് മഹാബലി പറയും, എൻ്റെ കുലം പവിത്രമായി, എൻ്റെ തലമുറകൾ പവിത്രമായി, അദ്യന പാവിതങ്കുലം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാ സമയത്തും ഉണ്ട്. മഹാബലിയുടെ അനുഗ്രഹ സമയത്തും ഉണ്ട്. ആ വാമനാവതാര സമയത്ത് തന്നെ നമുക്കിവിടെ മണ്ഡപത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഭാഗ്യമാണ്. ഇത് 4 ദിവസം കൊണ്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാവട്ടില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗ്യമുണ്ട് നമ്മൾ യജ്ഞത്തിന് എപ്പോഴും. ഈ ആദ്യത്തെ കുട്ടികൾക്കുള്ള സമ്മാനം പോലും കൊടുക്കാൻ ആ കുട്ടിയുടെ ഉത്സാഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ് നമുക്ക്. ഇനി 1-2 സപ്താഹം കൂടിയുണ്ട്. അവിടെ ഒരു ദിവസം വരണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ആ യജ്ഞം ഭംഗിയാക്കി അനുഗ്രഹിക്കാൻ. ആ ഭാവത്തിന് വലിയൊരു മഹത്വമുണ്ട്. അവതാര സ്വരൂപമാണ്. ബ്രഹ്മാൽചരയേതി ബ്രഹ്മചാരി എന്നാണ് പറയുക. അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് നമുക്കിവിടെ ഉള്ളത്. അതാണ് ഇനി ആ വാമനാവതാര ചരിത്രമാണ് വിശേഷപ്പെട്ട ഈ സുദിനത്തിൽ തിങ്കളാഴ്ച ദിവസം സ്മരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് സ്മരിച്ചതെന്താ? ശങ്കരമോഹനം, ശങ്കരനാരായണ അവതാരം എപ്പോഴാണ്? അതിവിടെ വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ സ്മരിക്കുകയാണ്. ശ്രദ്ധയോടുകൂടി വായിക്കാൻ ഇടവരട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്നും പ്രഭാതത്തിൽ സ്മരിക്കാനുള്ള ഏകശ്ലോകി ഗജേന്ദ്രമോക്ഷം ശ്ലോകത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. കുംഭീന്ദ്രൻ പോയി ത്രികൂടാചല സരസി മുദാ പണ്ടഗസ്ത്യസ്യ ശാപാൽ പിൻകാലിന്മേൽ കടിച്ചാൻ മുതല കടിവിടാണ്ടായിരത്താണ്ടുഴന്നാൻ അന്നേരം പൊന്നു വന്നു മുരരിപുകരുടാരൂഢനായി ധ്യാനശക്തിയാ നക്രം ചക്രേണ കൊന്ന കരിവരനഥ സായുജ്യമേകീ മുകുന്ദൻ. ആ കരിവരനഥ
സായൂജ്യമേകി മുകുന്ദൻ. നമസ്കാരം.